ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു കാര്യവും ചെയ്തുകൂടാ. വിശ്വാസികളുടെ വിശ്വാസങ്ങളെ എവിടെയെങ്കിലും ഭംഗിക്കുന്ന ഒരു സമീപനവും പാർട്ടിക്കില്ല. അഡ്മിനിസ്ട്രേഷൻ ഒരു കലയാണ് എൻ്റെ അഭിപ്രായത്തിൽ. അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ആർട്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ രൂപത്തിൽ അതിന് ഫണ്ട് തരേണ്ടത് ഇതുവരെ നമ്മൾ മുടക്കിയിട്ടുള്ള 2159.30 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു രൂപ കേന്ദ്രത്തിൻ്റെ ഇല്ല. ഒരാചാരാനുഷ്ഠാനവും ഒരു സ്ഥലത്തെ നിഷേധിക്കുകയോ അവിടെ ക്ഷീണം വരുത്തുകയോ ചെയ്യല്ലത്. എല്ലാ കാലത്തും അത് ജാഗ്രതാപൂർണ്ണമായി ചെയ്യണമെന്നാണ്. ഞങ്ങൾ ശബരിമല ദേവസ്വം വകുപ്പിൻ്റെ വന്നതിന് ശേഷം 5 ദേവസ്വം ബോർഡാണ് ദേവസ്വം വകുപ്പിന് കീഴിലുള്ളത്. 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 മലബാർ ദേവസ്വം ബോർഡ്, 3 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 4 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യ ദേവസ്വം ബോർഡ്. ഈ 5 ദേവസ്വം ബോർഡുകളുടെ ഭരണവും അതിൻ്റെ ഉള്ളടക്കവും പൊതുവിൽ പരിശോധിച്ചതാണ്. ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകാരുമായിട്ട് ഞാൻ ഡിസ്കഷൻ നടത്തി. ആദ്യം വരുന്നത് ശബരിമലയാണ്. അപ്പോൾ ശബരിമലയും മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നേരത്തെ പരിശോധിച്ചു. അപ്പോൾ ഭാവിയിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് സംബന്ധിച്ച് ആലോചിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ പ്രാവശ്യം കാലേ കൂട്ടി സാധാരണഗതിയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിൻ്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് അവലോകനം വരിക. ഞാൻ ജൂലൈ മാസത്തിൽ തുടങ്ങി. എന്നുവെച്ചാൽ സാധാരണ നടക്കുന്നതിനേക്കാൾ 2 മാസം മുമ്പ് ജൂലൈ തുടങ്ങി വെച്ചു അതിൻ്റെ മുന്നൊരുക്കങ്ങൾ. ആദ്യത്തെ സന്നിധാനത്തിലൊന്ന് പോയി തിരിച്ചിറങ്ങി വന്ന് പമ്പയെ തന്നെ വിളിച്ചു കൂട്ടി സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള മീറ്റിംഗ്. അപ്പോൾ പ്രാഥമികമായ ഒരുക്കങ്ങളിലേക്കുള്ള തീരുമാനങ്ങളായി. തുടർന്ന് ഞാൻ ദർബാർ ഹാളിൽ വീണ്ടും ഞാൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും ചേർത്തൊരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ പമ്പയിൽ വെച്ചെടുത്ത തീരുമാനം എത്രത്തോളം നടപ്പായി കഴിഞ്ഞിരിക്കുന്നു, ബാക്കി എത്ര നടപ്പാക്കാനാണെന്ന് റിവ്യൂ ചെയ്യും. പിന്നീട് വീണ്ടും ഒരു യോഗം പത്തനംതിട്ടയിൽ വെച്ചു, കളക്ടറേറ്റ്. അതിനുശേഷം വീണ്ടും ഒരു യോഗം CMൻ്റെ കൂടെ പങ്കെടുപ്പിച്ച് ഓൺലൈൻ നടന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഇടത്താവളങ്ങളിലേക്ക് പോയി. അതിൽ ഏറ്റുമാനൂർ, വൈക്കത്ത്, കടപ്പാട്ടൂർ, ചെങ്ങന്നൂർ, പന്തളത്ത്, പത്തനംതിട്ടയിൽ, പുനലൂരിൽ ഇങ്ങനെയുള്ള ഇടത്താവളങ്ങളുടെ മീറ്റിംഗ്. അതിൽ സാധാരണ മുമ്പ് മന്ത്രിമാരൊന്നും താഴോട്ട് പോകാറില്ല. ഞാനത് എല്ലാത്തിലും പോയി പങ്കെടുത്തു. ഒരെണ്ണൊഴിച്ച് ബാക്കി എല്ലായിടത്തും പോയി പങ്കെടുത്തു. അപ്പോൾ അവിടെ ഈ താഴേന്ന് വരുന്ന ആളുകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ, ഭക്തരെ സംബന്ധിച്ചുള്ള വരുന്ന വിഷയങ്ങളോടെ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് നമുക്ക് നിലവിൽ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും അതുപോലെ കുമളിയിൽ നിന്ന് വരുന്ന പ്രദേശത്തും ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തിലെ അപര്യാപ്തത എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം പരിഹരിക്കാൻ ആവശ്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്, തീരുമാനമെടുത്തിരുന്നു. അതിലൊന്ന് പാർക്കിംഗ് സൗകര്യമാണ്. ആദ്യം അവിടെ എത്തുന്ന ഗതാഗതത്തിൻ്റെ പ്രശ്നം എടുത്തത് എല്ലാ വഴികളും ടാർ ചെയ്യുക. നമ്പർ 1, അത് ഗതാഗതയോഗ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. നിലയ്ക്കലിൽ നിലവിലുണ്ടായിരുന്ന 8000 പാർക്കിങ്ങാണ്. ഒരു 2500 വണ്ടിക്കൂടെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞു. 10500 പാർക്കിംഗ് സൗകര്യമായി. 2, മറ്റൊരു വഴി വരുന്നത് വടക്കുന്നാണ്. അത് എരുമേലിയാണ്. എരുമേലിയിൽ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തപ്പോൾ ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഒരു 6 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുള്ളത് നേരത്തെ ഞങ്ങൾക്കറിയാമായിരുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തു, ഇതിൽ സഹായിക്കണം. അവരിടപെട്ടു. അവർ തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ 6 ഏക്കർ സ്ഥലം നമുക്ക് നിരപ്പാക്കി തന്ന് പാർക്കിങ്ങിനുള്ള സൗകര്യമായി. അപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 2 കേന്ദ്രങ്ങൾ കൂടുതൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടി. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും വലിയ ക്രൗഡ് ശബരിമലയിൽ വന്നാൽ അത് കൺട്രോൾ ചെയ്യാൻ ഇവിടെ വാഹനങ്ങൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ള പാർക്കിങ്ങിൻ്റെ ലക്ഷ്യം. അത് വിജയകരമായി. 1. 2, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ട് നിലവിൽ നിലയ്ക്കൽ വരെ വന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, ചെറുവാഹനങ്ങൾ പമ്പയിൽ വരെ പോകാനുള്ള അനുമതി തരണമെന്ന് പറഞ്ഞു. അതിന് ബഹുമാനപ്പെട്ട കോടതി നമുക്ക് ഒരു കണ്ടീഷനോട് കൂടി അനുമതി തന്നു. എന്നുവെച്ചാൽ എപ്പോഴെങ്കിലും ക്രൗഡ് കൂടിയാൽ പോലീസിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും ഈ പമ്പയിൽ വരാനുള്ള സൗകര്യം. അപ്പോൾ ഗതാഗതത്തിന് നമുക്ക് മുമ്പില്ലായിരുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയ സൗകര്യങ്ങളാണ് ഈ സൂചിപ്പിച്ചത്. പിന്നെയുള്ളത് കാൽനടയായി വരുന്നവർ. അതിൽ ഏറ്റവും കൂടുതൽ കാനനപാതയിൽ കൂടി കടന്നു വരുന്നവരുണ്ട്.
ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ കുമളിയിലിറങ്ങി വണ്ടിപ്പെരിയാറിൽ വന്ന് കാനനപാതയിൽ കൂടി വരുന്ന അതിന് 132ഓളം ഇടകേന്ദ്രങ്ങളുണ്ടാക്കി, താവളങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ. അവിടെ ഫോറസ്റ്റുകാരുടെ സഹായത്തോടു കൂടി ഈ ഇടത്താവളങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം, റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യം ഇതെല്ലാം ഒരുക്കി കൊടുത്തു. അപ്പം അവിടെയെല്ലാം ക്ലിനിക്കുകൾ ഏർപ്പെടുത്തി ഈ പാമ്പ് കടിയേക്കുന്ന സൗകര്യം വനത്തിൽ കൂടി വരുന്നവർക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. അതിന് ഈ സ്നേക്ക് അതെ ആൻറ്റി വെനം അവിടെ ഞങ്ങൾ കൃത്യമായി കരുതാൻ പറഞ്ഞു. അതെല്ലായിടത്തും സ്റ്റോക്ക് ചെയ്യിച്ചു. ആ കൂട്ടത്തിൽ സ്നേക്ക് ക്യാച്ചേഴ്സിനെ ഡിപ്ലോയ് ചെയ്തു. വനം വകുപ്പ് അതിനെ സഹായിച്ചു. അത് ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ ഈ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു 2-3 കേന്ദ്രമുണ്ട് കാനനപാത. അവിടെയെല്ലാം അതിനെ നേരിടാൻ ഫോറസ്റ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ നിയോഗിച്ചു. ഇത് പ്രത്യേകമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നടന്നു വരുന്നവർക്ക് ഒരു തരത്തിലുള്ള ജീവഭയം ഉണ്ടാവാത്ത രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉറപ്പാക്കി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നടന്നു വരുന്ന ആളുകൾക്ക് കയറി വരുമ്പോഴുള്ള വിശ്രമിക്കാനുള്ള സൗകര്യം നമ്മുടെ എല്ലാവർക്കും അറിയാം. സന്നിധാനത്തിന് തൊട്ടുപ്പുറമുള്ള നമ്മുടെ മരക്കൂട്ടം, ആ മരക്കൂട്ടം മുതൽ അങ്ങോട്ട് സ്റ്റീൽ ബെഞ്ചുകൾ തയ്യാറാക്കി ഒരു 1000-1200 പേർക്കെങ്കിലും നടന്നു വരുന്നവർക്ക് കയ്യാലൊക്കെ കയറുന്നവർക്ക് അത് മാറി വിശ്രമ കേന്ദ്രങ്ങളാക്കി അവിടെ സ്റ്റീൽ ബെഞ്ചുകൾ സ്ഥാപിച്ചു സ്ഥിരമായില്ല. ഇതിനിടയിൽ വരുന്നവർക്കെല്ലാം മുട്ടിന് വെള്ളം കൊടുക്കാനും ബിസ്ക്കറ്റ് കൊടുക്കാനും അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ ഉറപ്പാക്കാനുള്ള വോളണ്ടിയേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് മുട്ടിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫോറസ്റ്റുകാരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ വോളണ്ടിയേഴ്സ്. അത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങൾ കിട്ടി. അപ്പം നടന്നു വരുന്നവർക്കും ബുദ്ധിമുട്ടില്ലാതെ കയറിപ്പോൾ ആർക്കെങ്കിലും സഹായം എപ്പോഴെങ്കിലും ഒരാൾക്ക് വിഷമം വരികയോ നടക്കാൻ മേലാതെ വരികയില്ല, അവരെ പെട്ടെന്ന് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകാനുള്ള ട്രെയിൻഡ് ഫോഴ്സിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫോറസ്റ്റുകാർ നന്നായി ഫയർഫോഴ്സും സഹായിച്ചു. ഫയർഫോഴ്സിൻ്റെ തന്നെ ആധുനിക സംവിധാനങ്ങളുണ്ട്. ആ സെറ്റൂടെ വന്നപ്പോഴേക്കും നമുക്കേറെ സഹായം. രണ്ടാമത് അവിടെ നിൽക്കുന്ന വളണ്ടിയേഴ്സിനൊക്കെ CPR കൊടുക്കാനുള്ള സൗകര്യങ്ങൾ. എന്നുവെച്ചാൽ ഒരു ചെസ്റ്റ് പെയിൻ വന്നാൽ ഏറ്റവും പ്രാഥമികമായി കിട്ടേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് CPR. ആ CPR കൊടുക്കാൻ വരെ പഠിപ്പിച്ച ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. ഒപ്പം അവർക്ക് എല്ലാവിധ മെഡിക്കൽ എയ്ഡും കൊടുക്കാൻ കഴിയുന്ന സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് ഓരോന്നോരോന്നായി ഇങ്ങനെ തന്നെ നിർദ്ദേശിച്ചു പോയി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർക്ക് മുമ്പുണ്ടായിരുന്ന വിഷമങ്ങളിൽ ഒന്ന് മഴയും വെയിലും കൊണ്ട് നിൽക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടി 3 സൗകര്യങ്ങളുണ്ടാക്കി. ഒന്ന്, നിലയ്ക്കൽ 17,000 സ്ക്വയർ ഫീറ്റ് ജർമ്മൻ ബന്തലുണ്ടാക്കി, 2500-ലേറെ ആൾക്ക് വിരിവയ്ക്കാം. 2, പമ്പയിൽ 20,000 സ്ക്വയർ ഫീറ്റ് ജർമ്മൻ ബന്തലുണ്ടാക്കി, അവിടെ 3000 പേർക്ക് വിരിവയ്ക്കാം. 4, നമ്മുടെ സന്നിധാനത്തിൽ പല സ്ഥലത്ത് ഉപയോഗിക്കാൻ കിടന്നുള്ള സ്ഥലം അവിടുത്തെ എല്ലാ മാലിന്യങ്ങളും മാറ്റി നിരപ്പാക്കി ടൈൽസൊക്കെ പാകി ഭംഗിയാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്ക് വന്നിരിക്കാൻ 10,000 പേർക്ക് നിൽക്കാനുള്ള സൗകര്യമാക്കി. ഇതിനു പുറമെ പമ്പയിൽ തന്നെ നിൽക്കാനുള്ള സൗകര്യമുള്ള പന്തലുണ്ടാക്കി, ക്യൂ നിൽക്കാനുള്ള, അതൊരു 5,000 പേർക്ക്. അപ്പോൾ ഇത് മുമ്പില്ലാതിരുന്ന ഈ സൗകര്യങ്ങൾ വന്നതോടുകൂടി ഇപ്പോൾ വരുന്ന ഭക്തരെല്ലാം തൃപ്തരാണ്. ഒന്ന് വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, വിരിവയ്ക്കാനുള്ള സൗകര്യമായി, അവർക്കൊന്ന് വിശ്രമിക്കാനുള്ള സൗകര്യമായി. ഈ വിശ്രമിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ലഘുഭക്ഷണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ചുക്ക് കാപ്പി, ബിസ്ക്കറ്റ്, ബ്രെഡ് ഇതൊക്കെ കൊടുക്കുന്ന സംവിധാനമുണ്ട്. സന്നിധാനത്തിലെത്തുമ്പോൾ 25 ലക്ഷം പേർക്കോളം നമുക്ക് അന്നദാനം കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഇപ്പോൾ സന്നിധാനത്തിലുണ്ട്. ഭക്തരെ അവിടെ വന്നു എന്നതിന് അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവണയാണ്. അരവണയും അപ്പോൾ ഇല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ അംഗീകാരമാകില്ല. അത് കാലക്കൂട്ടി മനസ്സിലാക്കിയിരുന്നു. 40 ലക്ഷത്തോളം ടിൻ അരവണ ഉറച്ചി ഒന്നിന് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ആ പ്രശ്നത്തിനും പരിഹാരമായി. അത് പോലീസിൻ്റെ അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു. നമ്മളതിനോട് യോജിക്കുക ഒരിക്കലും. പിന്നെ അവർ നമ്മൾ അന്നവിടെ വെച്ച് ശാസിക്കാതിരുന്നു വെച്ചാൽ അവരും ഈ 15 ദിവസം നിന്ന് 10 ദിവസം നിന്ന് വർക്ക് ചെയ്യുന്നവർ വലിയ സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അവരുടെ സേവനം നിന്ന് കണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല ഹാർഡ് വർക്ക് അവിടെ വരുന്ന ഓരോ പോലീസുകാരനും ചെയ്യും. പിന്നെ അവരുടെ എല്ലാവരും ആഗ്രഹം 18-ാം പടിക്ക് നിന്നൊരു പടം എടുക്കണം എന്നുള്ളത് വന്നു. പക്ഷേ ഒരിക്കലും അവിടുത്തെ ആചാരത്തിന് വിരുദ്ധമായി ചെയ്തുകൂടാ എന്ന കോടതി പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുകയത്. അത് പാടില്ലായിരുന്നു. പക്ഷേ ഈ പോലീസുകാരൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ഈ 2018-ലെ RSS നേതാവ്
അത് ശരിയാണ്. അവർ പോലീസുകാർ പറഞ്ഞൊരു ന്യായമായ ചോദ്യമാണ്. അന്നത്തിൽ വത്സൻ തില്ലങ്കേരി നടക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് ഈ ആക്രോശം എല്ലാം നടത്തിയ ബഹളം ഉണ്ടാക്കിയത്. അന്ന് ഇവരാരും ഈ ആക്ഷേപം ഉന്നയിച്ചില്ല. പക്ഷേ വത്സൻ തില്ലങ്കേരി ചെയ്തതും തെറ്റാണ് എന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്നൊരു ആ തെറ്റ് ഇവർ ആവർത്തിക്കാനും പാടില്ല. അല്ല, ഞാൻ പറഞ്ഞു, ഇപ്പോൾ പോലീസുകാരോട് അപ്പോഴും പറഞ്ഞു, ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു കാര്യവും ചെയ്തുകൂടാ. അത് എല്ലായ്പ്പോഴും എല്ലാവരും പാലിക്കേണ്ട മര്യാദയാണ്. നല്ല രൂപത്തിൽ നിങ്ങളുടെ സേവനത്തെ പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു, നിങ്ങളുണ്ടാക്കുന്ന റിസൾട്ട് വലുതാണ്. പക്ഷേ 1000 തേന്തുള്ളിക്കകത്തൊരു മീൻതുള്ളി വീണാൽ ആ തേന്തുള്ളിയുടെ മുഴുവൻ ഗുണം പോകുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണമെന്ന് അതേ വാചകം ഞാൻ പറഞ്ഞു. ശബരിമലയിൽ ഈ പ്രാവശ്യം പുതിയ കുറച്ച് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. കെട്ടില് കർപ്പൂരം, പിന്നെ ചന്ദനത്തിരി, തന്ത്രിയുടെ ഇതിലായിരുന്നു. അതിന്റെ എങ്ങനെയുണ്ട് ഭക്തരുടെ കെട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു അതിൽ പൊതുവിൽ ഏതായാലും അവിടെ വിവാദം. ഞാൻ തന്ത്രിയോട് ചോദിച്ചു. അദ്ദേഹം ഈ 1-2 ദിവസം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആദ്യം മുറി പോയി കണ്ടത്. അദ്ദേഹം പുറത്തിറങ്ങി വന്ന് ഞങ്ങളുമായി സംസാരിച്ചിട്ട് അദ്ദേഹം മീഡിയയോട് ഞാൻ കേൾക്കാതെ തന്നെ പറഞ്ഞു, ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്തിയൊരു കാലഘട്ടമില്ല. ഗവൺമെൻറ് വളരെ ശക്തിയായി ഇതിലിടപെടുകയും നല്ല രൂപത്തിലുള്ള ക്രമീകരണം ഉറപ്പുവരുത്തുന്നതുകൊണ്ട് ഭംഗിയായി തുടക്കം നടന്നിരിക്കുന്നു പറഞ്ഞ് അദ്ദേഹം എല്ലാ മീഡിയയ്ക്കും പ്രതികരണം കൊടുത്തിരുന്നു. തന്ത്രികളും കൊടുത്തു, മേൽശാന്തിയും കൊടുത്തു, ഞങ്ങളില്ലാത്ത സന്ദർഭത്തിൽ. അപ്പോൾ പൊതുവിൽ ആ കാര്യത്തിൽ അവർ പരിശോധിച്ചപ്പോൾ അവർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് കാര്യം. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്ത്രികളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. അവരോട് ആലോചിച്ചാണ് ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സേവ സംഘത്തിന്റെ കാര്യം അവര് ഈ ഫ്രീ ആയിട്ട് ഈ ഭക്ഷണം കൊടുക്കുന്നത് അതിപ്പോൾ കോടതി തടഞ്ഞിരിക്കുകയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ അന്നദാനം മാത്രം മതി. കാരണം ഇതിനകത്തൊരു ചെറിയ പ്രശ്നം, ഈ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ചില സ്ഥലത്തെങ്കിലും തെറ്റായ പ്രവണതകൾ വളർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കോടതി മനസ്സിലാക്കിയിട്ടാണ്, കോടതി പറഞ്ഞനുസരിച്ചല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. തെറ്റായ പ്രവണത എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് വലിയ രൂപത്തിലുള്ള ഇതിൻ്റെ പിരിവുകൾ വരും. ചില സ്ഥലത്ത് ഈ അന്നദാനം എന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ ആളുകളെ ക്യാൻവാസ് ചെയ്ത് മനസ്സിലാക്കും. അത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റി പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അങ്ങനെ പല രൂപത്തിലുള്ള കാര്യം വരുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് ദേവസ്വം ബോർഡ് മാത്രം അന്നദാനം നടത്തിയാൽ മതി പറഞ്ഞ് ഉള്ള രൂപത്തിൽ ഇപ്പം മുന്നോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ മുന്നിൽ ഒരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. വെർച്വൽ ക്യൂ പോലീസ് അല്ല, EDB ആണ്, ബോർഡാണ് ചെയ്യേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഈ നമ്മുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയൊരു ആശയം, ഗവൺമെൻറ്റുമായി സംസാരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നേരത്തെ അത് അംഗീകരിച്ചതാണ്. നമുക്ക് ഈ തിരുപ്പതി മോഡലുണ്ടല്ലോ, ആ മോഡലിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഈ വെർച്വൽ ക്യൂ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരണം. അവിടെ ഒരു ആധാർ കാർഡും കൊണ്ട് അവിടെ യാതൊരു പ്രശ്നമില്ലല്ലോ, എപ്പോഴും ക്ലിയർ അല്ലേ കാര്യങ്ങൾ. ഇവിടെ ആ ബോധത്തിലേക്ക് എത്തണമെങ്കിൽ ഇനി കുറേ കൂടെ സമയമെടുക്കും. കാരണം ഈ പാവങ്ങളായിട്ടുള്ള ഇത്തരം സംബന്ധിച്ച് ധാരണയില്ലാത്തവരും വെർച്വൽ ക്യൂവിൽ എന്നാൽ ബുക്ക് ചെയ്യണം എന്നുള്ളതൊന്നും ഇവരില്ലാത്ത കുറേയേറെ ആളുകൾ വരും. അപ്പോൾ അങ്ങനെ അജ്ഞതയിലൂടെ വരുന്ന ആളുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ക്രമേണ ഭാവിയിൽ നമുക്ക് ഓരോ വർഷവും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു അവയർനെസ് വന്നിട്ട് മാത്രമേ നമുക്ക് ഈ തരത്തിൽ ഈ തിരുപ്പതി മോഡലാക്കി എടുക്കാൻ കഴിയും. തിരുപ്പതി മോഡൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ തരം മാറ്റങ്ങളാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് വർഷത്തിൽ മുഴുവൻ തുറക്കുക എന്നുള്ള പ്രൊപ്പോസലാണ് CM തന്നെ പറഞ്ഞു. പക്ഷെ അത് ഇവിടുത്തെ ആചാരങ്ങൾക്ക് യോജിച്ചല്ല. അതല്ലാതെ എന്തൊക്കെ തരം മാറ്റങ്ങൾ? അല്ല, നമുക്കതിനും ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. വെർച്വൽ ക്യൂവിലേക്ക് വരുന്ന ഒരു ബോധവൽക്കരണം പ്രധാനമായി നമ്മൾ മുൻകൂട്ടി അതെല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലാം നമ്മൾ വിവിധ സ്റ്റേറ്റുകളിലെ മന്ത്രിമാരും ഒക്കെയായി ആശയവിനിമയം നടത്തുമ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രൂപത്തിലേക്ക് വരണം ഈ ഭാവി എന്ന കാര്യം അതിലൊന്ന്. രണ്ടാമത്, ഇപ്പോൾ നമുക്ക് ഈ എല്ലാ സമയത്തും എന്നുള്ളത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുവദനീയമല്ലാത്ത സാഹചര്യമുണ്ട്. അവിടുത്തെ തന്ത്രികളുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് ആ കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അത് ഇനി നമ്മളേതെങ്കിലും തരത്തിൽ എടുക്കണമെങ്കിൽ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ വരണം. മറ്റൊന്ന്, ഈ കാര്യത്തിൽ ഇപ്പം ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു എളുപ്പമാർഗത്തിൻ്റെ കാര്യം, 2 കാര്യങ്ങളിൽ റോപ്പ് വേ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഒരു തെറ്റായ സംസ്കാരം, ഞാൻ ആദ്യം ചെന്നപ്പോൾ എനിക്ക് മനസ്സിൽ തട്ടി തോന്നിയൊരു കാര്യം നിങ്ങളോട് വായിക്കുന്ന കാര്യം, ആ മനുഷ്യൻ ചുവന്നുകൊണ്ട് വരും ഡോളി. 100-100 കിലോ ഉള്ള ആൾ 4 പേര് കൂടി തോള വെച്ച് ഈ കയറ്റം കയറുന്ന കഥയ്ക്കാണ്. നിങ്ങൾ എന്തെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും പഴയ രാജവംശകാലത്തെ പല്ലക്കിൽ കൊണ്ടുവരുന്ന മാതിരിയുള്ള ചോള വെച്ചുള്ള ചുമട് അത് ഭയാനകമായിരുന്നു, വിഷമകരമാണ്. അപ്പം തന്നെ അത് ആലോചിച്ച് ഇതിനെല്ലാം ഒരു പോം വഴി എന്നുള്ള കാര്യം. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് മുമ്പൊരു 17 വർഷം മുമ്പ് ഒരു ഫയലുണ്ട്, എന്താ നമ്മുടെ റോപ്പ് വേ ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ ആ ഫയൽ തപ്പിയെടുത്തു. ആ ഫയൽ 17 വർഷം മുമ്പ് പ്രൊപ്പോസൽ വന്ന് ധാരണയിലുണ്ടായത് ഒരു സ്ഥലത്ത് പോയി ഉടക്കി കിടക്കുകയായിരുന്നു. ആ ഫയൽ ബുക്ക് ചെയ്തെടുത്ത് ഞാൻ
റവന്യൂ മന്ത്രിയോടും വനം മന്ത്രിയോടും സംസാരിച്ച് ഞങ്ങൾ 3 മന്ത്രിമാരുടെയും സ്റ്റാഫിനെ എല്ലാം വിളിച്ചു പോയിട്ടൊരു കോൺഫറൻസാണ്. അപ്പോൾ അവരെല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞു. ആ ഫയൽ തപ്പിയെടുത്തു. അപ്പോൾ എത്ര വനഭൂമി വിട്ടുകൊടുക്കുമോ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രൂപത്തിൽ പകരം ഭൂമി കൊടുക്കണം റവന്യൂ. ഇതാണ് ആദ്യം വന്ന കണ്ടീഷൻ. അതിനാദ്യം ഇടുക്കി ജില്ലയിൽ ചിന്നക്കനാലിൽ ഭൂമി കണ്ടെത്തി. അതിനൊരു തടസ്സം വന്നു, ആൾതാമസമുണ്ട്. രണ്ടാമതെടുത്ത ഭൂമി ഫോറസ്റ്റ് അംഗീകരിച്ചില്ല. അത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത്. ഇപ്പം മൂന്നാമത് കൊല്ലം ജില്ലയിലെ മൂന്നാമത്തെ ഭൂമി കണ്ടെത്തി. അത് എഗ്രി ചെയ്തു വനം വകുപ്പ്. അങ്ങനെ വനം മന്ത്രി, റവന്യൂ മന്ത്രിയും ഞാനും ചേർന്ന് ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങളുടെ സ്റ്റാഫും ചേർന്ന് അതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടായി, ഓർഡറായി. ഇപ്പോൾ ഭൂമി കിട്ടി. 4.53 ഹെക്ടർ ഭൂമി ഇപ്പോൾ കിട്ടി. ആ കിട്ടിയ ഭൂമി വനം വകുപ്പ് എഗ്രി ചെയ്തു. അത് വെച്ചിട്ട് ഇപ്പോൾ കരാറുണ്ടാക്കി BOT അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 100 കണക്കിന് ട്രാക്ടറാണ് ചരക്കിന് വേണ്ടി മുകളിൽ എത്തിക്കൊണ്ടിരുന്നത്. അതിനുണ്ടാക്കുന്ന പൊല്യൂഷൻ വളരെ വലുതാണ്. അത് പൂർണ്ണമായി ഇല്ലാതാവും. 1. 2, ഇപ്പോൾ ഈ വന്ധ്യവയോധികരായിട്ടുള്ള ആളുകളും രോഗികളുമായിട്ടുള്ള ആളുകൾ ഈ ചുമട്, ഈ പാവങ്ങളുടെ ചുമട്, അത് പൂർണ്ണമായി ഇപ്പോൾ ഇത് വരുന്നു കഴിഞ്ഞാൽ നനയ്ക്കും. കോടതി അനുമതി തന്നു കഴിഞ്ഞു. നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. കോസ്റ്റിനെ ഇപ്പം കണക്ക് കൂട്ടിയിട്ട് ആദ്യത്തെ പ്രപ്പോസൽ വന്ന DPRൽ 150 crore. അപ്പോൾ അത് ചിലപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് കൂടുമ്പോൾ കൂടാം. BOT അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വിഷമമില്ല. സാറ് പറഞ്ഞ നേരത്തെ 2017 പ്രപ്പോസൽ, പക്ഷേ അത് ചരക്ക് കൊണ്ടുപോകാൻ മാത്രമേ അല്ല, ഇതിനകത്ത് കോടതി മോഡിഫൈ ചെയ്തപ്പോൾ കോടതി ഇതിനകത്ത് ഈ നമ്മുടെ വന്ധ്യവയോധികരായിട്ടുള്ള ആളുകളും അതുപോലെ രോഗികളും എന്നെടുത്ത് പറയുന്ന വിധത്തിൽ കോടതി അനുമതി തന്നിട്ടുണ്ട്. അതോടെ കൂട്ടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ വന്നെങ്കിലേ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനം വരുന്നു. ഇപ്പം ഞങ്ങളുടെ മനസ്സിലിരിക്കുന്നത്, ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നതും ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ തന്നെ വെച്ചാൽ മകരവിളക്ക് ഈ തീർത്ഥാടനം ഈ മണ്ഡലം അല്ല, മകരവിളക്കൂടെ വരുമല്ലോ. ഒരു 2025 ഒരു ജനുവരി അവസാനത്തിലോ ഫെബ്രുവരി ആദ്യത്തോ നിർമ്മാണം തുടങ്ങത്തക്ക രൂപത്തിൽ, അല്ലാതെ ഡ്രോപ്പേ മുഴുവൻ വരില്ല, നിർമ്മാണം തുടങ്ങുക. അതിലേക്ക് ഫയൽ ഇപ്പം നീക്കിക്കൊണ്ടിരിക്കുക. ഒരു 20 എങ്ങനെ വന്നാലും 1.5 year എപ്പോൾ വരും. അടുത്തതിൻ്റെ സീസൺ ഉറപ്പാവും. അതെ. അപ്പോൾ 2026 യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവരുമായിട്ട് നിന്നുള്ള ഡിസ്കഷൻ അടുത്ത ദിവസം ഇരിക്കുക, 5-ാം തീയതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ സ്പീഡിൽ ഇപ്പോൾ ഇത് വരി പൊക്കിയിടുന്നതിന് ശേഷം വളരെ 4 മീറ്റിംഗ് ഞാൻ ഈ 4 അത് ഞാൻ ആരെയും ക്ഷമിക്കുന്നില്ല. പോട്ടെ, അത് ഞങ്ങൾ ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഈ 2 വകുപ്പും സഹകരിക്കേണ്ടത്. ഇപ്പോൾ 2 കൂട്ടരും സഹകരിച്ചു. അത് അവരുടെ ആരും കുഴപ്പമില്ല, മുമ്പുണ്ടായിരുന്നവർ ചെയ്തതാണ്. ഇപ്പോഴത്തെ മന്ത്രിമാരാരും ചെയ്തില്ല. ഇത് 17 വർഷം മുമ്പ് ആലോചിച്ചപ്പോൾ ഇഷ്ടമില്ലാത്ത ഏതോ കൂട്ടർ കയറി കുരുക്കിട്ടതാണ് കാര്യങ്ങൾ കടന്നിരുന്നത്. അത് പെറുക്കിയെടുത്ത് കുരുക്കഴിച്ച് മുമ്പോട്ട് വന്നു. ഈ 4 മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്ക് യാഥാർത്ഥ്യമായി, ഓർഡറായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ 3 മന്ത്രിമാരും കൂടി ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങുണ്ടായിരുന്നു. അത് ക്ലിയറാക്കിയിരിക്കുന്നു. അപ്പോൾ പൊതുവിൽ ശബരിമലയ്ക്ക് പിന്നെ ഇപ്പോൾ മുമ്പില്ലാത്ത രൂപത്തിൽ ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് പോലീസിൻ്റെ സഹകരണത്തോടു കൂടിയാണ്. ഈ റിട്ടേൺ പോകുന്ന ആളുകൾ പലപ്പോഴും അപകടങ്ങളിൽ പെടുന്നുണ്ട്. അത് വരാതിരിക്കാൻ വഴിനീളെ ഈ കാപ്പി കൊടുക്കുന്നൊരു സംവിധാനം കേഫ് പ്രത്യേകമായിട്ടുണ്ടാക്കിയത്. എന്നുവെച്ചാൽ ഉറങ്ങി വരുന്നവർക്ക് ചുക്ക് കാപ്പിയും കട്ടൻ കാപ്പിയും കൊടുത്താൽ അവിടെ നിർത്തി കാപ്പി കുടിച്ച് ഉറങ്ങാതെ പോകുന്ന, അത് അവിടെ ഉണ്ടാകുന്ന റോഡുകളിലാണ് പ്രധാനമായും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട സംഭവം തോന്നി. അത് എങ്ങനെ വരുന്നതിൻ്റെ കാരണം പരിശോധിച്ചപ്പോൾ കണ്ടെത്തി ചിലർ ഉറങ്ങിപ്പോകുന്നു, ചിലർക്ക് ബ്രേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള കാരണം പലരും വണ്ടി അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നത്. ശബരിമലയുടെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ താങ്കളുടെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു. താങ്കളൊരു ഒരു 20 വർഷമായിട്ടെങ്കിലും പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പിൽ തന്നെ ഉള്ള ഒരാളാണ് പല രീതിയിലും. 2018 വരെ പാർട്ടിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ലെഫ്റ്റിനില്ലാത്ത ഒരു പ്രത്യേക വ്യഗ്രത ശബരിമലയുടെ കാര്യത്തിലുണ്ട്. അത് ഈ 2018 നമ്മുടെ കൈകൊള്ളിയത് കൊണ്ടാണ് ഇത്തവണ ഏറ്റവും വളരെ സേഫായി. അതുകൊണ്ടൊന്നുമല്ല, എല്ലാ കാലഘട്ടത്തിലും പാർട്ടിക്കുള്ള പൊതു വീക്ഷണം അവിടെ സുഗമമായി തന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് വിധേയമായി പോകണമെന്നാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായത് മാത്ര ധാരണയൊന്നുമല്ല. പാർട്ടിക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPI. മതനിരപേക്ഷത ഡെഫിനിഷൻ ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ എവിടെയെങ്കിലും ഭംഗിക്കുന്ന ഒരു സമീപനവും പാർട്ടിക്കില്ല. വിവേകാനന്ദൻ അതിന് കൊടുത്തൊരു ഡെഫിനിഷനുണ്ട്. ഒരു വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളോ മൂർത്തിയുടെ മുമ്പിലോ
ആ വിശ്വാസം നിലനിർത്തി പോകാനും വാചാലമായി പറയാനുള്ള അവകാശം അംഗീകരിക്കുന്ന പോലെ ഒരു അവിശ്വാസിക്ക് അവൻ്റെ ധാരണകളുമായി മുന്നോട്ട് പോകാറാണ് മതനിരപേക്ഷത എന്ന് സ്വാമി വിവേകാനന്ദൻ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മുറുകെ പിടിച്ചാണ് CPI മുന്നോട്ട് പോവുക. ഈ കാര്യത്തിലൊക്കെ മതനിരപേക്ഷതയാണ് നമ്മുടെ. അതുകൊണ്ട് ഒരാചാരാനുഷ്ഠാനവും ഒരു സ്ഥലത്തെ നിഷേധിക്കുകയോ അവിടെ ക്ഷീണം വരുത്തുകയോ ശൈലിയല്ലത്. എല്ലാ കാലത്തും അത് ജാഗ്രതാപൂർണമായി ചെയ്യണമെന്നാണ്. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും സൈലന്റ് ആയ എന്നാൽ ഏറ്റവും ഇഫക്റ്റീവായ മന്ത്രിമാരിൽ ഒരാളാണ് താങ്കൾ. താങ്കളുടെ കയ്യിലിരിക്കുന്നതായിട്ട് എല്ലാം അപകടം പിടിച്ച വകുപ്പുകളാണ്. ദിവസവും അപകടം ഉണ്ടാകുന്നതാണ്. പോർട്ടാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് എല്ലാ ദിവസവും എന്തെങ്കിലും വാർത്ത ഉണ്ടാകുന്നു. കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്ക് സ്കാം ഒക്കെ വരുന്നു. ഓപ്പറേഷൻ താങ്കളുടെ കയ്യിലാണ്. പക്ഷെ പിണറായി മുഖ്യമന്ത്രി ഇതെല്ലാം വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത് താങ്കളെയാണ്. എന്താണ് അതിന് കാരണം? അത് ഈ പ്രത്യേക രൂപത്തിൽ അതിനകത്തൊരു കാരണം എന്നുവെച്ചാൽ എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൂടെ അഡ്വൈസും അതുപോലെ തന്നെ ടീം ക്യാപ്റ്റൻ കരുത്തനാണ്, എല്ലാ കാര്യത്തിലും നമുക്ക് താങ്ങാണ്, തണലാണ്. അങ്ങനെ നിന്നുകൊണ്ട് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു. അത് ഇപ്പോൾ തുടങ്ങുന്ന ഒരു കാര്യമല്ല. ഞാൻ മുമ്പ് ഡിസ്ട്രിക്ട് ബാങ്ക് പ്രസിഡൻ്റായിരുന്നു, റെപ്കോയുടെ ചെയർമാനായിരുന്നു, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഭരണാധികാരിയായിരുന്നു. അതിനു മുമ്പ് പ്രൈമറി സംഘങ്ങൾ, ധാരാളം സഹകരണ സംഘങ്ങൾ കൈകാര്യം ചെയ്തു. അതിലൊരു അനുഭവ സമ്പത്തുണ്ട് സഹകരണ മേഖല. അത് ചെറുപ്പം മുതലുള്ള സഹകരണ മേഖലയിലെ ഇടപെടലുകളാണ്. ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള അപവാദം ഉണ്ടാക്കാനോ ഒരു തരത്തിലുള്ള വിഷമങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ സഹകരണ മേഖലയിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടറായിരുന്നിട്ടുണ്ട്, ഹൗസ് ബെഡിൻ്റെ ഡയറക്ടറായിരുന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുള്ള കാലടി സംസ്കൃത സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഒരു ഘട്ടത്തിൽ MLA-മാരുടെ പ്രതിനിധിയായി പോയിട്ടുണ്ട്. അന്ന് കോട്ടയം MLA ആയിരിക്കും. ഇങ്ങനെ ഏൽപ്പിച്ച ചുമതലകളൊക്കെ കൃത്യമായി ചുമതല ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ന്യൂനതകളുണ്ടാവാം. പക്ഷേ ഞാൻ ബഹളത്തിനോ വിവാദത്തിനോ ഒന്നും സാധാരണഗതിയിൽ പോകാറില്ല. അത് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി സസൂക്ഷ്മം അതിൽ ഗ്രഹപാഠം ചെയ്ത് കാര്യങ്ങൾ നടപ്പാക്കുക എന്നത് അഡ്മിനിസ്ട്രേഷൻ ഒരു കലയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ആർട്ട്. അത് കൃത്യമായി ഫയലുകൾ പഠിച്ചും മനസ്സിലാക്കിയും ടൈമിലി ബോൾഡായി ഡിസിഷൻ എടുത്ത് പോവുക. അപ്പോൾ സമയബന്ധിത നടക്കും. പിന്നെ സബോർഡിനേറ്റിനെ കൈകാര്യം ചെയ്യുന്ന രീതി, അതിൽ ഓരോരുത്തരുടെയും ദൗർബല്യവും അതിലെ മേന്മയും ഒക്കെ തന്നെ മനസ്സിലാക്കി അവരെ വിന്യസിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുക. അതൊരു കാര്യമാണ് അതിനകത്ത്. ഏത് കാര്യം ആരെ ഏൽപ്പിച്ചാൽ കൃത്യമായി റിട്ടേൺ ഉണ്ടാവും, അത് പ്രതിഫലിക്കും. അങ്ങനെ ഒരു കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. അത് ആളുകളെ പഠിക്കുന്നതാണ്. അത് അക്കാഡമിക് നിലവാരത്തിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് അനുഭവ സമ്പത്താണ്. എനിക്കുള്ളത് അനുഭവ സമ്പത്ത്. ഈ കാര്യത്തിൽ നിരവധി രംഗങ്ങളിൽ പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്തുണ്ട്. ആ അനുഭവങ്ങൾ ആശാനാണ്. അപ്പോൾ അത് ഓരോന്നും ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായി ചെയ്ത് പോവുക, അതിനകത്ത് കേന്ദ്രീകരിക്കുക. നമ്മൾ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം, ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഏറ്റെടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമുക്ക് ഈ കാര്യത്തിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുക. അതിലെല്ലാം മുൻപന്തിയിൽ മുഖ്യമന്ത്രിയുടെ കരുത്തും കർമ്മശേഷിയും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും ഉപദേശവും നമ്മുടെ വഴികാട്ടിയാണ് ഈ കാര്യം. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മധ്യ കേരളത്തിലെ 2 ട്രബിൾ ഷൂട്ടർമാരിൽ ഒരാൾ VN വാസവനാണ്. അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാൻ ഈ അപകടങ്ങളിൽ ഇതിന് മാത്രമല്ല, എൻ്റെ സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ അപകടങ്ങൾ എവിടെയുണ്ടോ അപകടങ്ങളെല്ലാം ആദ്യം പോകാറുള്ള ഒരാൾ ഞാനാണ്. ഈ ഞങ്ങളുടെ ജില്ലയിൽ സെൻട്രൽ ട്രാവൻകൂറിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടത്തിലെ അപകടങ്ങൾ എടുത്താൽ, ഐങ്കൊമ്പ് ബസ് ദുരന്തം, 16 പേര് കത്തിക്കരിഞ്ഞ ബസ് ദുരന്തമാണ്. ആദ്യം ഫോൺ കിട്ടുന്നത് എനിക്കാണ്. 4 നൂറ്റാണ്ട് മുമ്പാണ്. അന്ന് ഞാൻ ഡിസ്ട്രിക്ട് ബാങ്കിൻ്റെ പ്രസിഡൻ്റ്. ഞാനാണ് ആദ്യം അവിടെ കൂടിയത്. അന്ന് ഡിസ്ട്രിക്ട് കളക്ടർ, ഇപ്പോഴത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥ് സിൻഹയാണ്. അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടറാണ്. അദ്ദേഹം ആദ്യമായി കളക്ടറായി വരുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് സന്ദേശം കിട്ടിയില്ല. അന്ന് CM നയനാര ഓഫീസിൽ നിന്ന് ചോദിച്ചു, നിങ്ങൾക്കെന്താ ഇത് കിട്ടാതെ? ഞാൻ വിളിച്ച് പറയേണ്ടി വന്നുള്ളൂ, ഇതൊക്കെ അറിയാൻ. അതവർക്ക് വിഷമായി. ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വണ്ടി അടിച്ച് വിട്ട് കയറിപ്പോയി. പക്ഷേ അവരുടെ വണ്ടി കിടക്കുമ്പോൾ അവരെ ഞാൻ എൻ്റെ വണ്ടിയെ കയറ്റി ഞങ്ങളങ്ങനെ ഒരു സ്ഥലത്തേ ഇല്ല. അവിടെ നിന്ന് 16 പേര് കത്തിക്കരിഞ്ഞ് കിടക്കുക. എന്ത് ചെയ്യണമെന്ന് അവർക്ക് ആർക്കും ഒരു ഉടനെ കളക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അഡ്രസ്സ് കിട്ടുന്നൊക്കെ ഓരോ ആംബുലൻസ് കയറ്റി നമുക്ക് അങ്ങ് അയക്കാമെന്ന് പറഞ്ഞു. നമ്മൾ സാധ്യമല്ല.
അതെന്താണെന്ന് പുള്ളി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ MSCT കിട്ടേണ്ടതാണ്. MSCT കിട്ടണമെങ്കിൽ മുഴുവൻ പോസ്റ്റ്മോർട്ടം നടക്കണം. അതുകൊണ്ട് ഇത് മുഴുവൻ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സമയത്തിലോ ഹോസ്പിറ്റലിലോ. അങ്ങനെയുണ്ടല്ലേ. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല. ആദ്യത്തെ കാര്യമായതുകൊണ്ട് എനിക്കത് ക്ലിക്ക് ചെയ്തില്ലെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഇത് ആര് പെറുക്കും? ഞാൻ പറഞ്ഞു നമുക്കെല്ലാം ചേരാം, നമ്മളെന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങളുൾപ്പെടെ അവിടെ നിന്ന് നമ്മുടെ ഈ മരംവെട്ടുന്ന തൊഴിലാളികളെല്ലാം ഞാൻ വിളിച്ചു വരുത്തി വാഴയില വെട്ടിയിട്ട് ഈ കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ പെറുക്കി 16 മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. അപ്പം മുതൽ പിറ്റേ ദിവസം 4 മണിക്ക് ഇത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കയറ്റി വിടുന്നോടം വരെ പൂർണ്ണ സമയം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ 2 പേര്, ഒന്ന് കളക്ടറും രണ്ടാമത് ഞാനും. അത് ചില മീഡിയ ഒക്കെ എഴുതിയിരുന്നു. അന്ന് പിറ്റേ ദിവസം ദീപിക വരെ എഴുതിയിരുന്നു ഈ ദൗത്യം ഒരു പ്രധാനപ്പെട്ട സംഭവമാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എടുത്താൽ തേക്കടിയിലുണ്ടായിരുന്ന ബോട്ട് അപകടം 2 ദിവസം അവിടെ മെനക്കെട്ട് കോട്ടയത്ത് നിന്നാണ് ഞാൻ എൻ്റെ മുഴുവൻ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. കോടിയേരി ആഭ്യന്തരമന്ത്രിയാണ്. കുമരകം ബോട്ട് അപകടം 28 പേര് മരിച്ച കേസാണ്. അതിൻ്റെ മുഴുവൻ സാഹചര്യങ്ങൾ ഇടപെട്ടിരുന്നു. ഇവിടെ ചങ്ങനാശ്ശേരി ടിപ്പർ അപകടം 10 പേര് മരിച്ചൊരു കേസാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയ്ക്ക് ഇവിടെ കൂട്ടിക്കൽ ദുരന്തം 24 പേര് മണ്ണിനടിയിൽ പോയ. ഇപ്പോൾ ഇതുണ്ടാകുന്നതിന് മുമ്പുണ്ടായ ദുരന്തം കൂട്ടിക്കൽ ദുരന്തമാണ്. മുഴുവൻ 17 ഞാൻ 7 ദിവസം അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിച്ചാണ് ആ സംഭവം. അതിനുശേഷം കടുവാപ്പാറ ബസ് അപകടം. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ മിക്കവാറും ഏറ്റവും അവസാനം വയനാട് ദുരന്തത്തിൽ ആദ്യത്തെ 4 ദിവസം ഞാനുണ്ടായിരുന്നു. ഞാൻ ഗുരുവായൂർ നിൽക്കുമ്പോഴേ വിഷയറി നേരെ വയനാട് പോവുകയാണ്. ഇങ്ങനെ ഏത് സംഭവങ്ങളുണ്ടായാലും ആ ദുരന്തമുഖത്ത് എല്ലാ സമയത്തും പോകാറുണ്ട്. അത് കൊച്ചു നാട്ടിലുണ്ടാകുന്ന ചെറിയ അപകടങ്ങൾക്ക് പോലും ഈ ആളുകൾ ആദ്യം വിളിക്കാറുണ്ട്. ഞാനൊരു രസകരമായ സംഭവം പറയാം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുരിച്ചിക്കും ഇടയ്ക്ക് ഒരു തടിലോറി ഒരിക്കൽ കയറി വന്നിട്ട് എൻ്റെ മോളിൽ 4 പേരുണ്ടായിരുന്നു. വടം പൊട്ടി 4 പേര് അടിയിൽ പോയി. ഈ അടിയിലേക്ക് പൊട്ടി വീണ ഉടൻ തന്നെ ഒരാളെന്നെ വിളിക്കുക. അത് എന്നെ ആൾ മിക്കവാറും വിളിക്കുന്നത് വാസവൻ ചേട്ടാന്ന് വിളിക്കും. വാസവൻ ചേട്ടാ ഇതിവിടെ ഒരു തടിലോറിയുടെ മണ്ട് ഇത് പൊട്ടിയിട്ട് ആളുകൾ അടിയിൽ പോയിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു വണ്ടി കയറി ട്രെയിനിന് പോകാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ആ വണ്ടി നേരെ തിരിച്ചങ്ങ് വിട്ടു. പോകുന്ന വഴിക്ക് ഞാൻ SP വിളിച്ച് കളക്ടർ, അന്ന് SP ഇപ്പോഴത്തെ ADGP ഷീത്താണ്, കളക്ടർ നമ്മുടെ രാജു നാരായണസ്വാമി. ഞാൻ ചെന്ന് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് ഇവർക്ക് 2 പേർ. അപ്പോൾ അവരോട് ചോദിച്ചു ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് പൊട്ടിയപ്പോൾ കണ്ടുകൊണ്ടുവന്ന ഒരാളിനെ വിളിച്ചു. അപ്പോൾ അയാളോട് ഇവർ ചോദിച്ചു നിങ്ങൾ പോലീസിനെ വിളിക്കാതെ എന്നെ വിളിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞു വാസവഞ്ചനെ വിളിച്ചാൽ പിന്നെ 3 കൂട്ടർ എത്തിക്കോളൂ, ഒരാൾ വിളിച്ചു, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. അപ്പം അങ്ങനെ വിളിക്കുന്നത് അതാ. ഒരിക്കൽ ഞാൻ മമ്മൂട്ടിയിലേക്ക് ചെന്നപ്പോൾ മമ്മൂട്ടി ഇലക്ഷൻ സമയത്ത് നാട്ടുകാർ പറയുന്നത് നിങ്ങൾ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് നിങ്ങളെത്തുന്നത് എങ്ങനെയാണ് പറഞ്ഞത്. അപ്പം മമ്മൂട്ടിയുടെ ഒരു നിർമ്മാതാവുണ്ടായിരുന്നു നമ്മുടെ സന്തോഷ് കുരുവിള. അയാളുടെ വീടൊരിക്കൽ ശശിക്കറിയാം, വീടൊരിക്കൽ ഇടിഞ്ഞു വീണു. അപ്പോൾ ഒരു ഫയർഫോഴ്സിൻ്റെ സേറം കേട്ടു. ഞാനൊന്നും MLA. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ഫയർഫോഴ്സ് അങ്ങോട്ടാണ് ഇന്ന വീട്ടിലേക്ക്. അവർ നേരെ വഴി കയറി വരുമ്പോൾ ഞാനൊരു കുറുക്കുവഴി കയറി ആദ്യം വീട്ടിൽ ഞാനെത്തി. അപ്പോൾ പുള്ളിയൊന്ന് പറഞ്ഞതാണ് ഇത്. അപ്പോൾ അങ്ങനെ ഈ ഫയർഫോഴ്സുകാരുടെ സൈറൻ കേട്ടാലും ഞാൻ അടുത്ത ഫയർ സ്റ്റേഷൻ വിളിക്കാതെ അങ്ങോട്ടാണ് ആ കൂടെ പോകാറുണ്ട്. അതൊരു പൊതുവേ പൊതുപ്രവർത്തകർ ചെയ്യേണ്ട ഒരു ധർമ്മമാണെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെ പോയാൽ ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭത്തിൽ ചില ആളുകൾ രക്ഷപ്പെടുത്താൻ കഴിയും, ചില വിഷയങ്ങളിൽ വലിയ അനുകൂലമായ ഘടകം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. നമ്മുടെ ഇടപെടൽ ചില സമയത്ത് കൂടുതൽ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പൊതുപ്രവർത്തകർ ഇടപെടണമെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ വലിയ പദ്ധതികളും പ്ലാനുകളും, പക്ഷേ ഒരു സീരിയസ് ട്രീറ്റ്മെന്റ് പ്ലാനുകളും അതൊക്കെ ഇപ്പോൾ അടുത്ത ക്യാബിനറ്റ് അത് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നില്ല. ശബരിമല മാസ്റ്റർ പ്ലാൻ അടുത്ത ക്യാബിനറ്റിലേക്ക് വരികയാണ്. തീരുമാനം വന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിച്ച് പറയാം, ചോദിച്ചാൽ മതി ഡീറ്റെയിലായിട്ട്. പമ്പ മാസ്റ്റർ പ്ലാനുണ്ട്, ശബരിമല മാസ്റ്റർ പ്ലാനുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കാനുള്ള പ്രപ്പോസലും നിയമവകുപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴേക്ക് ശബരിമല മാസ്റ്റർ പ്ലാൻ വന്നാൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കും. ഇല്ല, ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് നിരാകരിക്കപ്പെട്ടു. രണ്ടാമത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ ഒരെണ്ണം തയ്യാറാക്കി. അതാണ് ഇപ്പോൾ അടുത്ത ക്യാബിനറ്റിലേക്ക് വരുന്നത്. അത് പൊതുവിൽ സ്വീകരിക്കാൻ കഴിയുന്ന അതെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയത്. നമ്മൾ ശബരിമലയിലോട്ട് പോയപ്പം ഈ ക്ഷേത്ര സ്വത്തുക്കൾ വളരെയേറെ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും സർവേ, നിയമനിർമ്മാണം, കോടതി നടപടി അങ്ങനെ എന്തെങ്കിലും ഇതിലുണ്ടോ? അപ്പോൾ ഇത് നമ്മളിപ്പോൾ സംസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സർവീസ് ഈ പല സ്ഥലത്തുണ്ട്, അത് കയ്യേറ്റങ്ങളുണ്ട്. അത് പൊതുവെ ഞാനിപ്പോൾ ബോർഡ് ചെയർമാന്മാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഈ 5-ാം തീയതി.
2-3 കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. പൊതുവേ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ, ഓരോ ക്ഷേത്രങ്ങളിലുള്ള ഇതുമാതിരിയുള്ള ചില വിഷയങ്ങൾ, അവിടെ ജീവനക്കാരുടെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ 300ഓളം ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടി. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ബോർഡും ഇവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് 10, 25, 30 വർഷം സർവീസ് ഉള്ളവരാണ്. അവരെ ഇനി പിരിച്ചുവിട്ടാൽ ഇനി എവിടെ പോകാനാണ്? ഈ മാലവെട്ട്, കഴുകക്കാർ, ഇങ്ങനെയുള്ള അടിച്ചുകളിക്കാർ, ഇങ്ങനെയുള്ള കൂട്ടരാണ്. അപ്പോൾ അവരെ എങ്ങനെ നമുക്കൊന്ന് സംരക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കോടതിയുടെ അനുമതിയോടുകൂടി നടപ്പാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുക. ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടായിരുന്നൊരു ചർച്ച ചെയ്ത് ആ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കും. ആ കൂട്ടത്തിൽ ഈ വിഷയം എടുക്കും. അന്യാധീനപ്പെട്ട ഭൂമികൾ തിരിച്ചു പിടിക്കാൻ ആവശ്യമായി. എല്ലാ ബോർഡുകൾക്കും ഇല്ല. ഈ 5 ബോർഡുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും. മറ്റേ ഗുരുവായൂരിന് ആ പ്രശ്നമില്ല. ഗുരുവായൂർ ഭൂമി ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക. ഗുരുവായൂർ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വിപുലമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞു. അതിന് സെൻട്രലിൻ്റെ എയ്ഡ് കിട്ടുന്നൊരു സംഭവമുണ്ട്. അപ്പം തയ്യാറാക്കാൻ വേണ്ടി ഏർപ്പെടുത്തി കഴിഞ്ഞു ULCCA. അപ്പോൾ അതനുസരിച്ച് ആ മാസ്റ്റർ പ്ലാൻ വരുന്നതനുസരിച്ച് ഇപ്പം ഒരു പ്രശ്നം, അവിടെ ഭക്തന്മാർക്ക് സമയത്ത് ദർശനം നടത്തി പോകാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. പശ്ചാത്തല സൗകര്യം എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെ പരിമിതമാണ്. അത് കുറേ കൂടി വിപുലീകരിച്ച് ഇന്ന് വരുന്ന ആളുകൾക്ക് മുഴുവൻ സമയബന്ധിതമായി ദർശനം നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള വികസനം ഇവിടെ ഉണ്ടാവണം ഗുരുവായൂരിൽ. അതിനാണിപ്പോൾ പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാൻ തീരുമാനിച്ച് ഞാൻ പോയി തറക്കല്ലിട്ടു. 56 കോടി രൂപ മുടക്കി. അവിടെ തന്നെ ഗുരുവായൂർ വരുന്ന ആളുകൾക്ക് പലർക്കും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അവർക്ക് ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ദൂരെ പോകേണ്ടതുണ്ട്. അവിടെ തന്നെ ഒരാശുപത്രി ഉണ്ടായാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടാക്കും. അല്ലല്ല, അവിടെ ദേവസ്വം ബോർഡിന് കീഴിൽ തന്നെ. ഇവിടെ തന്നെ 56 കോടി രൂപ. അതിപ്പോൾ സ്പോൺസർ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ സ്പോൺസർ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അത്രയും പൈസ മുടക്കി അത് ചെയ്തു തരാൻ വേണ്ടി. ഞാൻ പറയാം, സഹകരണ മേഖല പൊതുവിൽ കരുത്താർജിച്ച് വരിക കേരളത്തിൽ. അതിൻ്റെ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രെഡിറ്റ് രംഗത്തെടുത്താൽ ഇന്ത്യയിലെ 71% ക്രെഡിറ്റും കേരളത്തിലാണ്. 2.5 ലക്ഷം കോടി, ഇപ്പോൾ 2,60,000 കോടി രൂപ നിക്ഷേപമുണ്ട് സഹകരണ മേഖലയിൽ. ഇത്രയും നിക്ഷേപമുള്ള ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റും ഇല്ല. അതാണ് ഈ ഇതിനെ നോട്ടകിട്ട് സെൻറ്റർ വരെ വരുന്നതിൻ്റെ ഒരു കാര്യം. അതേസമയത്ത് ഒറ്റപ്പെട്ട അനഭിലഷണീയമായ പ്രവണതകളുണ്ട്. അത് വരാൻ കാരണം മുമ്പുണ്ടായിരുന്ന നമ്മുടെ നിയമം 1969 PR കുറുപ്പും മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ നിയമത്തിൽ അന്ന് ഒരു സഹകരണ സംഘത്തിൽ 10-15 ലക്ഷം രൂപയോ 25 ലക്ഷം രൂപയോ ഒക്കെയാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത് ക്രെഡിറ്റിൽ. ഇപ്പോൾ ആ സ്ഥാനത്ത് 1650 കോടി രൂപ നിക്ഷേപമുള്ള പ്രൈമറി സംഘം കേരളത്തിലുണ്ട്. ഫാക്സ്. അപ്പോൾ അത്രത്തോളം ഹ്യൂജ് എമൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത്രയും സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ചില സംഘങ്ങൾക്ക് ഇല്ലാതെ വരുന്ന സാഹചര്യം. അതിൻ്റെ 2-3 കാരണങ്ങൾ. 1 ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, 2 സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ട്, 3 സമ്പത്തിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട ഇവരുടെ ധാരണകൾ. ഇപ്പോൾ സപ്പോസ് സമ്പത്ത് എപ്പോഴും വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത്, സർപ്ലസ് ഫണ്ട് വന്നാൽ ലാഭകരമായി വിനിയോഗിച്ചില്ലെങ്കിൽ അത് നോൺ ഏണിംഗ് അസറ്റ്സാണ്. നോൺ ഏണിംഗ് അസറ്റ്സ് സാമ്പത്തിക രംഗത്ത് വന്നാൽ അതെപ്പോഴും സ്ഥാപനം ലോസിൽ പോകും. ഈ മിനിമം ധാരണയെങ്കിലും ഇത് നിയന്ത്രിക്കുന്നവർക്ക് കയ്യിലുണ്ടാകും. ഞാൻ വന്നപ്പോഴേ ആദ്യം വിളിച്ചു കൂട്ടി എല്ലാവരോടും പറഞ്ഞൊരു കാര്യതാണ്, എപ്പോഴും സർപ്ലസ് ഫണ്ട് വരുമ്പോൾ ആ സർപ്ലസ് ഫണ്ട് ചില സംഘക്കാരിപ്പോൾ വിളിച്ചു പറയാൻ തുടങ്ങി, നമുക്ക് ഈ നിക്ഷേപ സഹകരണം വേണ്ട, അത് വരുമ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു, നീ എങ്ങനെ വിനിയോഗിക്കും? ഞാനവരോട് പറഞ്ഞു, ഇത് ലാഭകരമായി വിനിയോഗിക്കുന്ന വിവിധ തരങ്ങളുണ്ട്. എപ്പോഴും ഓരോ ദിവസവും നിങ്ങൾ ഒരു മൊബൈൽ ഫോണുമായി കൃത്യമായി ഓരോ ബ്രാഞ്ചിലെയും ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ വേണം. എവിടെ എത്ര ഫണ്ട് സർപ്ലസ് വരുന്നു അപ്പോൾ തന്നെ വിവരം കിട്ടിയാൽ അത് ഓരോ സ്ഥലത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം ലാഭകരമാക്കി. 0.5% ആണെങ്കിൽ പോലും ആ 0.5% വന്നാൽ അത് ലാഭകരമാണ് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ സർപ്ലസ് ഫണ്ട് ഞാൻ ഈ സൂചിപ്പിച്ച നോൺ ഏണിംഗ് അസറ്റ്സായി ആ സംഘം ലോസിൽ പോവും. ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ച് ആളെ മാറ്റിക്കൊണ്ടിരുന്നു. 1. 2, നിലവിലുണ്ടായിരുന്ന ഓഡിറ്റ് സിസ്റ്റം കൺകറൻറ്റ് ഓഡിറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കരുവണ്ണൂർ തന്നെ നിങ്ങൾ എഴുതിയതായതുകൊണ്ട് പറയുക, അവിടെ പോയിരുന്ന ഒരു കൺകറൻറ്റ് ഓഡിറ്റർ 3 വർഷമോ 4 വർഷമോ ചിലപ്പോൾ 6 വർഷം വരെ അയാൾ അവിടെ ആയിരിക്കും. അയാൾ ചെയ്യുന്നത് ഒരാഴ്ചയിലോ മാസത്തിലോ 2-3 പ്രാവശ്യം ബാങ്കിൽ ഒപ്പിടും. വർഷാവസാനം വരുമ്പോൾ മാനേജ്മെൻറ്റിനോടും സെക്രട്ടറിയോടും ചോദിക്കും, ലാഭം വേണോ നഷ്ടം വേണോ? 2 ഉണ്ടാക്കാൻ അറിയില്ല. 2 ഉണ്ടാക്കുന്ന എങ്ങനെ അറിയുമോ? ഇപ്പോൾ നഷ്ടത്തിൽ പോകുന്നൊരു സംഘം ഒരു ലാഭത്തിലാക്കുന്നത്
ഒരാൾ അദ്ദേഹം 10 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അടയ്ക്കേണ്ട സമയത്ത് അടച്ചില്ല. അത് പലിശ സഹിതം 12.5 ലക്ഷമായി. മാർച്ച് എത്തുമ്പോഴേക്ക് വിളിക്കും, ഈ 12.5 ലക്ഷം പുതിയൊരു അപേക്ഷ പുതുക്കി പുതിയ ലോണാക്കാം. അപ്പോൾ അദ്ദേഹം കൊടുക്കാനുള്ള ഈ 10 ലക്ഷത്തിൻ്റെ കൂടെ 2.5 ലക്ഷം പലിശയും കൂട്ടി 12 ലക്ഷത്തിന് അങ്ങ് പുതുക്കി കഴിഞ്ഞ് ഈ കണക്ക് കാണിക്കുമ്പോൾ സംഘം ലാഭത്തിലാവും. എന്നിട്ട് ഒരു പൈസ പോലും അടയ്ക്കാത്ത അദ്ദേഹം ഇവിടുന്ന് ഡിവിഡൻഡ് വാങ്ങിക്കൊണ്ടുപോകും ലാഭമാണെന്ന് പറഞ്ഞിട്ട്. ഇതാണ് യഥാർത്ഥത്തിൽ കൺകറൻറ്റ് ഓഡിറ്റ് ചില സ്ഥലത്ത് ചെയ്തുകൊണ്ടിരുന്ന തെറ്റായ പ്രവണത. അതിനാദ്യം ഞങ്ങൾ ചെയ്തത് ടീം ഓഡിറ്റ് വേണം എന്ന് വെച്ചു. ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലുള്ള ഒരു മാഡമാണ് ഇപ്പം നമ്മുടെ ഓഡിറ്റ് ഡയറക്ടർ. ആദ്യം തൃശ്ശൂർ ജില്ലയും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയും പൈലറ്റ് പ്രോജക്റ്റായിട്ട് 2 ഓഡിറ്റ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് എന്താണെന്നറിയോ? ഇതല്ലാതെ വേറെ ഉണ്ടായിരുന്ന ചില സംഘത്തിലെ ന്യൂനത തത്സമയം കണ്ടെത്തിയത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരങ്ങൾ. എല്ലാം ഞാൻ ആരെയും ആദ്യം ദ്രോഹിക്കരുത്. ആദ്യം ചെറിയ രൂപത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടുവരുന്ന രക്ഷകളാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ടൈം കൊടുക്കുക. ഓഡിറ്റിംഗ് ചെല്ലും അതിന് 3 സമയം കൊടുക്കും. ഒന്ന് എൻട്രി പീരീഡ്, ഞങ്ങളിത് തുടങ്ങുന്നത് നിങ്ങളുടെ ബാലൻസ് ഷീറ്റും മറ്റു കാര്യം. രണ്ടാമതിൻ്റെ മിഡ് ടേം വെച്ചിട്ട് കണ്ടിടത്തോളം പരിശോധിച്ചിട്ട് ഇന്ന കാര്യങ്ങളുണ്ട്, അല്ലെ ഇന്നത് ശരി. എൻഡിലേക്ക് എത്തുമ്പോൾ വീണ്ടും വരെ വിളിച്ചിരുത്തുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒപ്പം അതിലെ ചീഫ് എക്സിക്യൂട്ടീവായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുക. ഇത്ര സമയത്തിനുള്ളിൽ റെക്ടിഫൈ ചെയ്താൽ മറ്റ് ആക്ഷനില്ല, റിപ്പോർട്ടില്ല. അതേസമയം റെക്ടിഫൈ ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക, നടപടിയിലേക്ക് പോവുക. ഇതാണ് നമ്മൾ കൊടുത്ത ഡയറക്ഷൻ. അത് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പ് കാണാതിരുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടെ കണ്ടുപിടിച്ച് ചിലത് പരിഹരിക്കാൻ കഴിഞ്ഞു, ഇനിയും ചിലത് പരിഹരിക്കേണ്ടതായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിശോധനാ സിസ്റ്റം വന്നത്. ഇപ്പോൾ പിന്നീട് ചില ബാങ്കുകളുടെ വരാനും കാരണം ഈ ഓഡിറ്റ് സിസ്റ്റം തുടങ്ങിയതാണ്. അപ്പോൾ മുമ്പ് ഇതെല്ലാം ഒതുക്കി വെച്ച് ചില ഉദ്യോഗസ്ഥന്മാർ പോകുന്ന ഇൻസ്പെക്ടർമാർ, അവർക്ക് ഒരു യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് തന്നെ 1 മാസം 2 or 3 ബാങ്ക് കൊടുത്താൽ അയാൾ പല ഘട്ടങ്ങളിൽ ആഴ്ചയിൽ 1 or 2 ആഴ്ച കൂടുമ്പോഴും ഒന്നൊരു ബാങ്കിൽ വരുള്ളൂ. ഈ സിസ്റ്റവും മാറ്റി. അതിൽ മാറ്റിയിട്ട് ഒരു യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് ഈ കിട്ടുന്ന ഗ്രൂപ്പിലെ എല്ലാ സ്ഥലത്തും ഓരോ ദിവസവും പോകാനുള്ള നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് അവരുടെ റിപ്പോർട്ടും വാങ്ങും. അത് AR പരിശോധിക്കുക, മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പരിശോധനയിൽ ഞങ്ങൾ പുതിയതായി ചെയ്ത ആദ്യത്തെ കാര്യം ഒരു നിയമം കൊണ്ടുവരിക. കാലോചിതമായ രൂപത്തിലൊരു നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിനെനിക്ക് സമയം തന്നു 1 വർഷം. ഞാൻ 7 മാസക്കാലം കൊണ്ട് ആ നിയമം യുനാനിയസായി അസംബ്ലി പാസ്സാക്കി. പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് പാസ്സാക്കുന്നതിന് 2 തടസ്സമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ടേണിൻ്റെ കാര്യം പറഞ്ഞതും, 2 സസ്പെൻഷനും. പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് CM-ന് കൊടുത്തു. CM-ൻ്റെ സ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് ഞാനും കുഞ്ഞാലിക്കുട്ടി സാവും കൂടി ചർച്ച ചെയ്തിട്ട് അവരുടെ അഭിപ്രായം അതാണെങ്കിൽ അതോടെ വെച്ചിട്ട് യുനാനിമസ് ആകണം. അങ്ങനെ യുനാനിമസ് ആയിട്ട് ഞങ്ങൾ ആ നിയമം പാസ്സാക്കി. 57 ഭേദഗതിയുണ്ട്. ആ നിയമം അവർ അനുവദിച്ചു. ആ നിയമത്തിലെ ഒരു ഭേദഗതി ഞാൻ ഈ പറഞ്ഞ ടീം ഓഡിറ്റാണ്. ഇനിമേലിൽ 3 പേരുള്ള ഒരു ടീം ഓഡിറ്റ്, 3 പേര് കുറയാത്ത ടീമായിരിക്കണം ഓഡിറ്റ് ചെയ്യുന്നത്. ഈ വർഷം വരുന്നവർ അടുത്ത വർഷം ആ ബാങ്കിൽ വരുന്നത് വേറെ ടീമായിരിക്കണം. റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ്ററിം റിപ്പോർട്ട് വന്നാൽ അത് മുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കൃത്യമായി ഇപ്പോൾ വന്നു തുടങ്ങി. 1. രണ്ടാമത്തെ മാറ്റം, ഈ യൂണിറ്റ് ഇൻസ്പെക്ടർമാർ കൃത്യമായി അവരുടെ പരിശോധനകൾ സ്ട്രെങ്തൻ ചെയ്യുക. ആ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. 3. ബാങ്കിലെ ഭരണസമിതിയോ ജീവനക്കാരോ ചിട്ടിയോ മറ്റു വായ്പയോ എടുത്തിട്ട് തിരിച്ചടവില്ലാതെ ഇങ്ങനെ പോകുന്ന കുറേ കേസുകളുണ്ട്. വേലി വളവ് തിന്നുന്നത്. അത് തൊട്ടടുത്ത വാർഷിക പൊതുയോഗത്തിൽ റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കണം. വാർഷിക റിപ്പോർട്ടിൽ ആരെത്ര വായ്പ എടുത്തിരിക്കുന്നു, എത്ര ബാധ്യത നയിക്കുന്നു, പൊതുയോഗം ജനാധിപത്യപരമായി അതിനെ കൈകാര്യം ചെയ്യണം. മറ്റൊന്ന് ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഓടി വേണം. മറ്റൊന്ന് 3 ടേൺ കൂടുതൽ വേണ്ട എന്നുള്ള കാര്യം നിർദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന് ഒരു സോഫ്റ്റ്വെയർ കോമൺ ആക്കി കൊണ്ടുവരണം. അത് നിർദ്ദേശമായി ഇപ്പോൾ അനൗൺസ് ചെയ്ത് TCS മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു കോമൺ സോഫ്റ്റ്വെയർ ഈ രംഗത്ത് കൊണ്ടുവരിക സുതാര്യമായി നടപടികൾ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ്. പിന്നീട് കൃത്യമായി വാർഷിക ജനറോടി ഓരോ വർഷവും ചേർന്ന് പോവുക. 40 വയസ്സിൽ താഴെയുള്ള ഒരു യൗവനം പുരുഷന്മാരുടെ ഭാഗത്തുനിന്നും യുവതികളുടെ ഭാഗത്തുനിന്നും 40 വയസ്സിൽ താഴെ ഇങ്ങനെ 2 പേരും പുതുതായി ബോർഡിൽ വരണം. ഇത് എല്ലാം ഒരു യങ്സ്റ്റേഴ്സിനെ കൂടെ കൊണ്ടുവരാനുള്ള ഇതൊക്കെ. തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകൾ 6 മാസത്തിനുള്ളിൽ പരിശീലനത്തിന് പോകണം. ജീവനക്കാർക്ക് വന്ന കാലോചിതമായി പരിശീലനം കൊടുക്കണം. കാരണം കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ പഠിക്കാത്ത ഒരാൾക്കും ഇതിനകത്ത് പോകാം, അല്ലാത്ത ആൾ ഇതിനകത്തുണ്ട് ഇപ്പോഴും, പഴയ വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭേദഗതികൾ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് 57 ഭേദഗതികൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ. പിന്നെ വാല്യുവേഷൻ ഇപ്പോൾ കരിവെൻഡൂരിൻ്റെയൊക്കെ പറഞ്ഞതിലൊരു പ്രശ്നം, വാല്യുവേഷൻ വന്നത് ഒരു ഭൂമിക്ക് ഇപ്പോൾ 5 ലക്ഷം ആകെ മതിപ്പുവിലുണ്ടെങ്കിൽ അതിന് 15 ലക്ഷം വായ്പ കൊടുത്തിട്ടുണ്ടാവും. വാല്യുവേഷൻ അതുപോലെ സർട്ടിഫൈ ചെയ്ത് 30 സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ ഇപ്പോൾ പ്രപ്പോസൽ
ബാങ്കിലെ 2 ഉദ്യോഗസ്ഥന്മാർ സീനിയർ, 2 ഡയറക്ടർമാർ, ഒരു പ്രൊഫഷണൽ വാല്യുവേറ്റർ, ഈ 5 പേരുള്ള സമിതിയായിരിക്കണം വലിയ വായ്പകൾ വരുന്നത് ഇനി ശുപാർശ ചെയ്യുന്നത് വാല്യുവേഷൻ. അപ്പോൾ ഇനി ഭാവിയിൽ ഇത് തട്ടിത്തിന്നാതിരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലാണ് അറിവത്തില്ല. അപ്പോൾ സഹകരണ നിയമത്തിലെ 57ഓളം ഭേദഗതികൾ കൊണ്ടുവന്ന് ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും പോയി സഹകാരികളുടെ അഭിപ്രായം, ജീവനക്കാരുടെ അഭിപ്രായം, നിയമജ്ഞന്മാരുടെ അഭിപ്രായം ഇതെല്ലാം കേട്ടതിന് ശേഷം മഹാരാഷ്ട്ര ഗവൺമെൻറ്റുമായി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. അവിടുത്തെ നിയമങ്ങളെ പരിശോധിച്ചു. അതും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് തിരുവനന്തപുരത്ത് വീണ്ടും ഉന്നതന്മാരായ സഹകാരികൾ ഒക്കെ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് നിയമജ്ഞന്മാരെയും കൂട്ടി ഉണ്ടാക്കിയ നിയമ ഭേദഗതിയാണ് ഇപ്പോൾ. അത് കോടതി പോലും പറഞ്ഞു ഒരു കാര്യം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നല്ല രൂപത്തിലാണ്. അത് ടേണിൻ്റെ മാത്രമാണ് സിംഗിൾ. അതിപ്പോൾ ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കോടതി പോലും അതിനെ അഭിനന്ദിക്കുകയുണ്ടായി. എല്ലാവരും അതിനെ സംബന്ധിച്ച് അഭിപ്രായം. അവർ പറഞ്ഞത് 2 എന്നുള്ളത് 3 ആക്കണം. ഞാൻ 2 പ്രപ്പോസ് ചെയ്തത്. ഞാൻ ഈ ടേണി പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, കാരണം എന്തറിയോ, സ്ഥിരമായിരിക്കുന്ന ചില ആളുകളാണ് തെറ്റായ പ്രവണതകൾക്ക് വശംവദരാകുന്നത്. ചില ആളുകൾ ഇത് ഞാനില്ലെങ്കിൽ നടക്കുകയില്ലെന്നൊരു തോന്നൽ വരികയും അവർക്ക് ഇല്ലാത്തൊരു ബന്ധം എന്ന് വെച്ചാൽ അതിന് ചില അനുചരന്മാർ കൂടും. നമ്മൾ മുതിർന്നവരുടെ ഭാഷയെ പറഞ്ഞ ചില അവതാരങ്ങൾ, ഞങ്ങളിത് വാങ്ങിത്തരാം, ബൾക്കായി വന്ന് ഈ അപേക്ഷ വാങ്ങിക്കുന്നു, എന്നിട്ട് കമ്മീഷൻ പറ്റുകയാണ്. അതിലൊരു ഭാഗം ഇവർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കും. ഇങ്ങനൊരു കുരുത്തിലേക്ക് വരും. ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ചില പ്രസിഡന്റുമാർ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിന് വശംവദരാകുന്നു. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് അറിയാതെ 1 രൂപ പോലും ബാങ്കിൽ നിന്ന് ചിലവഴിക്കാൻ കഴിയില്ല. ആ ചീഫ് എക്സിക്യൂട്ടീവും ഈ പ്രസിഡന്റും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കും. ഇങ്ങനെയുള്ളൊരു ശ്രമം ചില സ്ഥലത്ത് കണ്ടു. അതുകൊണ്ടാണ് 3 ടേണിൽ കൂടുതൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. കടിച്ചു തൂങ്ങിയിരിക്കുന്നവരാണ് ഈ കുഴപ്പം ചെയ്തവരിൽ പലരും. അപ്പോൾ അത് വരാതിരിക്കാനും കാര്യങ്ങൾ കൃത്യമായി വരാനും ഈ പോകുന്ന രൂപത്തിലും പൊതുജന ഇടപെടലുള്ള ജനറൽ ബോഡി മുമ്പാകെ ഇത് വന്നാൽ ഇതെല്ലാം പ്രസിദ്ധീകരിക്കാനും എല്ലാം തീരുമാനിച്ച ആ നിയമ ഭേദഗതി കാലോചിതമായൊരു മാറ്റം ആ മേഖലയെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തക്കാലത്തേന് ഇതൊക്കെ കണ്ടുപിടിച്ച് തിരുത്തി മുന്നോട്ട് പോയാൽ സമീപകാല ഭാവിയിൽ സഹകരണ മേഖല രക്ഷപ്പെടുന്നതാണ് ആ നിയമവും ഇപ്പോഴുള്ള നീക്കവും. അതിൻ്റെ സൂചനകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കരിവണ്ണൂർ ഇപ്പം ഞാൻ പറയാം, 134 കോടി രൂപ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുത്തു. ചെറിയ കാര്യമാണ് നിങ്ങൾ പറയാം. എല്ലാം തകർന്നാൽ എത്രയോ മാധ്യമങ്ങൾ എഴുതുക. 1 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള ഒരാൾക്കും ഇനി 1 രൂപ പോലും കിട്ടാനില്ല. 1 രൂപ പോലും. 134 ഇന്നലത്തെ കണക്കാണ്. എന്തോ കൊണ്ട് അതെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഏറെ സന്തോഷം തോന്നിയൊരു കാര്യം, ചില ആളുകൾ ഇപ്പോൾ 1 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പോയി ബാങ്കുമായുള്ള ബന്ധം ഛേദിക്കുന്നില്ല, 10 ലക്ഷം രൂപ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് 90 കൊണ്ടുപോകുന്നത് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണപ്പണയം ധാരാളമായി നടക്കുന്നു. വായ്പ കൊടുത്തു തുടങ്ങി. സാധാരണ ഇതിലേക്ക് ബാങ്ക് വന്നിരിക്കുന്നു. തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ തന്നെ പറഞ്ഞു. അവരുടെ ആധികാരികമായി ചെയർമാനാണല്ലോ പറയേണ്ടത്. അങ്ങനെ ഒരു അജണ്ട പോലും ഞങ്ങളുടെ മുമ്പിൽ ഒരു സ്ഥലത്തും വന്നിട്ടില്ല. അത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഇപ്പോൾ വിശ്വസിക്കുകയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നീക്കം നടക്കുന്നതായിട്ട് നമുക്ക് ആർക്കും അറിയാം. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്ന സമയത്ത് ഇപ്പം തന്നെ പല ലോക്കൽ ബോഡിയിലും നിങ്ങൾ ഒരു പ്രശ്നമാണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു ലോക്കൽ ലെവലിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്വരച്ചേർച്ചയില്ലെന്ന് മാത്രമല്ല, ഒരു തർക്ക പ്രശ്നമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ഏത് പഞ്ചായത്തിലാണ് ഏത് മുനിസിപ്പാലിറ്റിയിലാണെന്ന് പറ. ആകെ ഉണ്ടായിരുന്ന പാലാ മുനിസിപ്പാലിറ്റിയിൽ ആദ്യം ഒരു ചെയർമാനാക്കുന്ന കേസ് മാറ്റം അത് അന്ന് തന്നെ സെറ്റിൽ ചെയ്യുകയും ചെയ്തിരുന്നു. ആ പ്രശ്നം ഉണ്ടാക്കിയ ആളിനെ പുറത്താക്കുകയും ചെയ്തു. അവിടെ ആ വിഷയം തീർന്നു. അങ്ങനെ ലോക്കൽ ബോഡീസിൽ ഒരു സ്ഥലത്തും മണിയുമായിട്ടൊരു പ്രശ്നമില്ല. നല്ല ടേംസിലാണ് അവരുമായിട്ട് പോകുന്നത്. അവരിപ്പോൾ യോജിച്ച സമരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും വരുന്നു. ഇത് സംബന്ധിച്ചൊരു മാധ്യമ സൃഷ്ടിയാണെന്നുള്ള കാര്യം കൃത്യമായി അവർ വിശദീകരിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതൽ നമ്മൾ പറയും. പിന്നെ വേറൊരു പൊളിറ്റിക്സ് അവർക്ക് ഇപ്പോൾ ഇത് കൊടുക്കുന്നവരുടെയൊക്കെ പിന്നിലുണ്ട്. ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ UDF പ്രതീക്ഷിച്ച പോലെ അവിടെ റിസൾട്ട് അവർക്കുണ്ടായില്ല. മാത്രമല്ല ഒരു ആൻറ്റി ഇൻകംബൻസി പൂർണ്ണമായി പ്രതിഫലിക്കുന്ന രൂപത്തിലേക്ക് വന്നുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇനി ഒരു 3ാം LDF വന്നാൽ സഹിക്കാൻ കഴിയാലെന്ന് തോന്നുന്നുള്ളവർക്ക് അതിനുള്ള പണി ഇപ്പോൾ കാലകൂട്ടി ആലോചിക്കുന്ന രൂപത്തിലേക്കാണ് ആ നീക്കങ്ങൾ വരുന്നത്. ആ പ്രശ്നം ഉണ്ടായി. LDFന് 2016 പ്രദീപ് ജയിക്കുമ്പോൾ പ്രദീപിന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ വർധന വന്നിരിക്കുന്നു. 21 വ്യത്യസ്തമായ സാഹചര്യം, വ്യത്യസ്തമായ ക്യാൻഡിഡേറ്റുമാണ്. 2 ആ വ്യത്യസ്തമായ ക്യാൻഡിഡേറ്റിന് തന്നെ ഇപ്പോൾ 2024 നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു 5000 പരം വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം. ആ സ്ഥാനത്ത് ഇപ്പോൾ 12,201 നമുക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന എന്താ?
താങ്കളുടെ തന്നെ ആർഗ്യുമെന്റ് താങ്കൾ തന്നെ ഖണ്ഡിക്കുകയല്ലേ, 2016 നല്ല കാൻഡിഡേറ്റ് ആണ് 21-ല്. അപ്പോൾ ആ കാൻഡിഡേറ്റിന് അത്രയും വോട്ട് കിട്ടേണ്ടതല്ലേ 2024-ല്? അല്ല, അപ്പോൾ അന്നുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ അറിയാമല്ലോ. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിരിക്കുന്നു. അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പം രണ്ടാമത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ, പിന്നെ കെ രാധാകൃഷ്ണൻ അവിടെയുള്ള ബന്ധവും സ്വാധീനവും സാധ്യതയും പ്രതിനിധിനേക്കാൾ വ്യക്തിപരമായി കൂടുതലാണെന്ന് തെളിയിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ചില സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസാണ്. പ്രദീപ് ഒരു പ്രാവശ്യമുള്ള മറ്റേ അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. ആ സമയത്തെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല റിലേഷൻഷിപ്പും രണ്ടുപേരും നല്ല ജനപ്രതിനിധികളായിരുന്നു. ആ കൂട്ടത്തിൽ കിട്ടിയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. കെ രാധാകൃഷ്ണൻ മാതിരിയുടെ മികവുറ്റ ഒരു പൊളിറ്റീഷ്യനെ ഡൽഹിയിലേക്ക് അയക്കുന്നത് പാർട്ടിയുടെ നല്ല തീരുമാനമായിരുന്നു, ശരിയായ തീരുമാനമായിരുന്നു. എന്താ സംശയം എന്താ? കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ലീഡർ, പ്രത്യേകിച്ച് നമ്മുടെ നഷ്ടപ്പെട്ടു പോയൊരു സീറ്റ് പിടിച്ചെടുക്കാൻ ഉൾപ്പെടെ ആ കാര്യത്തിലുണ്ടായില്ലേ. അപ്പോൾ ഒരു നഷ്ടവും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, നമുക്ക് സ്ട്രോങ് ആയൊരു ആൾ പാർലമെൻറ്റിൽ വന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കോട്ടയത്ത് ഈ പറഞ്ഞ വീണ്ടും ക്രിസ്ത്യൻ ഒരു ബേസ് ആണല്ലോ കോട്ടയം. അവിടെ റബ്ബർ ഇഷ്യൂ, പിന്നെ ഈ മുന്നമ്പം ഇഷ്യൂ, ഇത് മിനിസ്ട്രിയും പിതാക്കന്മാരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് അവർക്ക് ഈ വിഷയത്തിൽ? മുനമ്പം വിഷയം ഇപ്പോൾ ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരാളെയും ഒഴിവാക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. 2, എങ്ങനെ അവർക്ക് നിയമപരമായ സാധ്യത ഉണ്ടാക്കിയെടുക്കാമെന്ന് സംബന്ധിച്ച് പരിശോധിക്കാൻ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു. അപ്പോൾ പൂർണ്ണമായി സമരസമിതിക്കാർ കൺവിൻസ്ഡാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കൂട്ടരും കൺവിൻസ്ഡായി. 3 മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ നടന്നു തീരുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയം ഓൾറെഡി സെറ്റിൽഡ്. രണ്ടാമത്തെ കാര്യം റബ്ബർ ഇഷ്യൂ ആണ്. റബ്ബർ ഇഷ്യൂ യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രം പ്രശ്നമാണോ? ആരാണ് റബ്ബർ ഇഷ്യൂ ഉണ്ടാക്കിയത്? അത് നന്നായി കേരള കോൺഗ്രസ്സുകാർക്കറിയാം. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ആസിയൻ കരാർ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. മനുഷ്യച്ചങ്ങല ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താന്നാണ് അവർ. ആ ആസിയൻ കരാറിൻ്റെ ദൂരവ്യാപകമായ വ്യത്യാസം 75ഓളം ഫിനിഷ്ഡ് ഗുഡ്സാണ് ഇമ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലേക്ക്. ആ ഫിനിഷ്ഡ് ഗുഡ്സ് അത്രയും വന്നപ്പോൾ തന്നെ നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് പോയില്ലേ. അതുപോലെ സ്വാഭാവിക റബ്ബറിൻ്റെ ഇറക്കുമതി വന്നില്ലേ. ഇവരെന്തുകൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ പിന്നീട് വന്ന് BJP ഗവൺമെൻറ്റും ആസിയൻ കരാറിൻ്റെ 19ാം ക്ലോസ് ഉണ്ട്. ആ 19ാം ക്ലോസ് എന്നറിയോ? ഇവർക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താം. ഇവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് താഴേക്ക് പോകുന്ന ഘട്ടത്തിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഈ 2 കൂട്ടരും അത് ചെയ്യുന്നില്ല? അതിൽ BJP ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റും ഒരേ നിലപാടല്ല സ്വീകരിച്ചത്. യഥാസ്ഥലത്ത് ഉത്തരപൂർവ്വ ഭാരതത്തിലെ പരുത്തി കൃഷിക്കാർക്ക് ഉൾപ്പെടെ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ നിന്ന് കൃത്യമായി ഫണ്ട് കൊടുത്തപ്പോൾ സിംഗിൾ പൈസ കേരളത്തിന് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ നിന്ന് ചിദംബരം മന്ത്രിയായിരുന്നപ്പോഴും തന്നില്ല, ഇപ്പോൾ നിർമ്മലാ സീതാരാമനും തന്നില്ല. ഈ വിഷയമല്ലേ യാഥാർത്ഥ്യം. എന്തുകൊണ്ട് അവർ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തിയില്ല? അതിനൊരു ആൻസർ ചെയ്യുന്നു. നമുക്കെന്തുകൊണ്ട് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് തരുന്നില്ല? അതിനൊരു ആൻസർ ചെയ്യുമോ? അപ്പോൾ ആരാ കുറ്റക്കാർ? സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെറുതെങ്കിലും വർദ്ധിപ്പിച്ച് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ക്രിസ്ത്യൻ വോട്ട് ബേസ് BJPയിലേക്ക് പോകാന്നുള്ള ഒരു പ്രചരണം, അത് പ്രചരണം പല രൂപത്തിലും കോട്ടയത്ത് അങ്ങനെ ഒരു രൂപത്തിലേക്കുള്ള BJPയിലേക്ക് പോക്കുന്നുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അതേസമയത്ത് അവരെ എല്ലാ കൂട്ടരെയും പരിപാടിക്കൊക്കെ ക്ഷണിക്കും. അത് കേന്ദ്രമന്ത്രിമാരെ വിളിക്കും, ഗവർണർമാരെ വിളിക്കും. അതുകൊണ്ട് അവർ ക്രിസ്ത്യനിലേക്ക് വോട്ട് ഇങ്ങനെ പോയതുണ്ടോ? അങ്ങനെ അവർക്കിപ്പോഴും ഈ കാര്യത്തിൽ BJP മണിപ്പൂർ ഇഷ്യൂ കത്തി നീക്കിയല്ലേ. ഇപ്പോഴും BJP ആ പ്രശ്നത്തിലെടുക്കുന്ന നിലപാടിനെ അവർ നന്നായി നോക്കി കാണുന്നുണ്ട്. ഇതുവരെ പ്രൈം മിനിസ്റ്റർ ആ ഇഷ്യൂവിൽ ഇടപെടാൻ നേരിട്ട് പോകാൻ തയ്യാറായോ? ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയല്ലേ സംഭവം, മൈനോറിറ്റി. അതുപോലെ പിന്നെ മറ്റേ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമായിരുന്നാലും ഉത്തരത്തിലെ സംഗതി കാണുന്നില്ലേ. അതുകൊണ്ട് ഈ കാര്യത്തിൽ BJP മൈനോറിറ്റി എല്ലാം വിശ്വാസത്തിലെടുക്കും എന്ന രൂപത്തിലേക്ക് വരുന്ന ധാരണകൾ കേരളത്തിലെ മൈനോറിറ്റീസിനെ ഡയറക്റ്റായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അല്ല, ഇത് ഈ കാര്യത്തിൽ അവർക്ക് കൺവിൻസ്ഡ് ആവുന്ന തീരുമാനം. നമ്മുടെ ഗവൺമെന്റിന് മുന്നിലുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ്? വളരെ ലിമിറ്റഡ് അല്ലേ? കാരണം ഇത് കോടതിയുടെ മുന്നിലിരിക്കുന്ന ഇഷ്യൂ ആണ്. കോടതിയുടെ മുമ്പിലിരിക്കുമ്പോൾ കമ്മീഷൻ വെച്ചിട്ട് ആ കമ്മീഷൻ കൊണ്ടുവന്ന് ശുപാർശ വെച്ചുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കും. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ സാധാരണ ഒരാളല്ലോ, ചീഫ് ജസ്റ്റിസ് ആക്ടിംഗ് ആയിരുന്ന ആളല്ലേ. ഇപ്പോൾ ഒരു കമ്മീഷൻ ഇങ്ങനെ വെച്ചതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലെ നിരീക്ഷണവും പരീക്ഷണവും ശുപാർശയും വന്നു കഴിഞ്ഞാൽ അത് വെച്ച് ഗവൺമെൻറ് ആലോചിക്കും. എന്തായാലും ഗവൺമെൻറ് ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് സമരക്കാരോട് പറഞ്ഞു, ആരെയും ഇറക്കി വിടരുതെന്നുള്ളത്. അത് നമുക്ക് കോട്ടയം മാത്രമല്ലല്ലോ പോയത്. കേരളത്തിൽ അല്ല, സിറ്റിംഗ് എന്ന് പറയുമ്പോൾ മുന്നണി മാറി വന്നില്ലേ? അതെന്താ നിങ്ങൾ കാണാത്തത്? സിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ മുന്നണി മാറി വന്നു. അപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന സാഹചര്യം എല്ലാവർക്കും നമുക്കൊരു കാര്യം അറിയാം.
സാധാരണ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്ന വോട്ടിംഗ് ഷെയർ ഇപ്പുറത്തേത് സ്റ്റേറ്റിൻ്റെയും രണ്ടും എൻ്റയർലി ഡിഫറൻ്റാണ്. ആ വ്യത്യസ്തത ഇപ്രാവശ്യവും നമ്മൾ കണ്ടു പൊതുവിൽ വന്നപ്പോൾ. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ചോളം പൊതുവിൽ നമ്മൾ നേരത്തെ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞൊരു പ്രശ്നമാണ്. റീസെന്റ് ആയിട്ടുള്ള ഇലക്ഷനിൽ ചിലക്കര് പറഞ്ഞു പാലക്കാട് LDFന്റെ പെർഫോമൻസിനെ എങ്ങനെ വിലയിരുത്തുന്നു? നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം ഒരു വോട്ട് പോലും പുറകോട്ട് പോയില്ല. ഒരു 800ഓളം വോട്ടുകൾ മുന്നോട്ട് വരികയാണ് ചെയ്തത് നിയമസഭയിൽ. മറ്റ് സരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പെർഫോമൻസ് ഉള്ള ക്യാൻഡിഡേറ്റാണ്. അവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള അങ്കലാപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ SDP-യും ജമാഅത്തെ ഇസ്ലാമി ഇല്ലായിരുന്നെങ്കിൽ അവരുടെ സ്ഥിതി എന്താകുമായിരുന്നു? അവിടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് ഭൂരിപക്ഷം വന്നപ്പോൾ തൊട്ട് SDP-ക്കാരുടെ പ്രകടനം ആദ്യം വന്നത്. എത്ര വാശിയോട് കൂടിയാണ് വന്നത്? അവർ പറഞ്ഞു ഞങ്ങളുടെ 10,000-ൽ പരം വോട്ടുണ്ടെന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടത്തിലുണ്ട്. BJP പറയുന്നു ഞങ്ങളുടെ 10,000 വോട്ട് പോയതും അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഒരു വലിയ രൂപത്തിലുള്ള കച്ചവടങ്ങൾ പിന്നിൽ നടക്കുകയില്ലേ? അതല്ലേ യഥാർത്ഥത്തിൽ എൻ്റെ ആ വസ്തുത കാണാതെ പോകരുത്. അത് ഫാക്റ്റാണ്. കോട്ടയം നേതാവാണ്. എന്നാലും ഈ പാലക്കാട് മാതിരി CPM-ന്റെ ഒരു റെഡ് ഫോർട്ടില് CPM-ന്റെ ഒരു കാൻഡിഡേറ്റ് ഇല്ലാത്ത അത്രയും ദാരിദ്ര്യത്തിലെത്തിയ പാർട്ടി. അതുകൊണ്ടല്ല, മറിച്ച് മഹാനായ ലെനിൻ്റെ ഒരു തിയറി ഉണ്ട്, നിങ്ങൾക്കും അറിയാം. എന്താ അത്? എപ്പോഴും ശത്രുവർഗങ്ങൾക്കിടയിലെ ഭിന്നിപ്പുകൾ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി നമ്മുടെ വർക്കിംഗ് ക്ലാസ് പോളിറ്റിക്സ് മുന്നേറുക എന്നുള്ളൊരു അത് തിയറിയാണ്. ഇപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പൊതുവിലുള്ള നല്ലൊരു പെർഫോമൻസ് ആ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുണ്ടായി. നമ്മൾ പുറകോട്ട് പോയില്ല, മുന്നോട്ട് വന്നു. ഒപ്പം ആ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ലെഫ്റ്റിലേക്ക് വന്നില്ല. അവരുടെ ക്യാമ്പിൽ ഏറ്റവും നല്ല ഒരു ഫോർവേഡായിരുന്നു അയാൾ, ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ. അല്ല അതല്ല, അതുകൊണ്ടല്ല അങ്ങനെ ആരെയും സ്വീകരിക്കില്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ പിന്നെ പൊളിറ്റിക്സ് കളിക്കുമ്പോൾ അങ്ങനെ നോക്കണമല്ലോ. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണല്ലോ പലയിടത്തും. പലയിടത്തും ഉണ്ടായില്ല, ഒരു സ്ഥലത്തേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഏരിയ സെക്രട്ടറി മധു, അദ്ദേഹം ഏരിയ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വ്യത്യസ്ത ഒരു പേര് വന്നത് പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല. പുള്ളി അങ്ങനെ പോയി. അത് ഒരു സംഘടനാപരമായ ശരിയായ നടപടി. ജനാധിപത്യം എപ്പോഴും മാനിക്കണമല്ലോ. അപ്പോൾ ഒരു കമ്മിറ്റിക്കകത്ത് 15 പേരുണ്ട്. ഒരാളുടെ പേര് പ്രപ്പോസ് ചെയ്തു, വേറൊരു പേരൂടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മത്സരം വരും. ആ മത്സരം വരുമ്പോൾ കൂടുതൽ പേര് ആർക്കാണോ അവരായിരിക്കും സെക്രട്ടറി ആകുക. അത് ന്യൂനപക്ഷ അംഗീകരിയാണ്, ജനാധിപത്യ മര്യാദയാണ്. അത് അദ്ദേഹം പാലിച്ചിരുന്നാണ് പത്രവാർത്ത കണ്ടതും അവരുടെ വിശദീകരണം കണ്ടതും. അതല്ലാതെ വേറൊരു സംഭവം കരുനാഗപ്പള്ളിയിലെ പ്രശ്നം കണ്ടു, അത് കൃത്യമായി ഇടപെട്ടു, നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ കമ്മിറ്റിയും പിരിച്ചുവിട്ടു, അവിടെ അഡ്കോട്ട് കമ്മിറ്റിയും രേഖപ്പെടുത്തി. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അക്കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. അല്ലല്ല, മുമ്പും ചില സ്ഥലത്തുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒറ്റപ്പെട്ടതാണ്, വ്യാപകമല്ല, ഒറ്റപ്പെട്ട രൂപത്തിൽ ചില സംഭവങ്ങൾ മറ്റു ഇല്ലില്ല. അത് വ്യാഖ്യാനിച്ച് നിങ്ങളങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. വ്യാപകമായ ഒറ്റപ്പെട്ട സംഭവം ഞാൻ പറഞ്ഞില്ല. ഞാനൊരു ഒറ്റപ്പെട്ട സംഭവം ഇങ്ങനെ ഉണ്ടായി, അത് ശരിയായ പാർട്ടിക്കകത്ത് ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമില്ല. സംഘടനാപരമായ നടപടി ഉണ്ടായി. ഇതിന് മുമ്പും ഉണ്ടായിട്ടുള്ളത് ഒറ്റപ്പെട്ടതേ ഉണ്ടായിട്ടുള്ളൂ. ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ഇട്ടായോളം വട്ടത്തിൽ മാത്രം വരുന്ന ഒരു സ്ഥലത്തുണ്ടാകുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി അല്ല ഇത്. ഒരു കാര്യം അതിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ പാർട്ടിക്കകത്ത് ജനാധിപത്യം ഇല്ല എന്നുള്ള വാദം തെറ്റുകയല്ലേ? അപ്പം മനസ്സിലായല്ലോ ഞാൻ ജനാധിപത്യം ഉണ്ടെന്ന്. വിഴിഞ്ഞത്തിൻ്റെ ഞങ്ങൾ ഇപ്പം നിലവിൽ പറഞ്ഞിരുന്നത് ഡിസംബറാണ്. ഇപ്പോൾ എഗ്രിമെൻ്റ് വെക്കുന്നതായിരുന്നു എൻ്റെ കാലതാമസം വന്നത്. അനുബന്ധ കരാർ ഞങ്ങൾ സപ്ലിമെൻ്ററി കരാർ ഇപ്പോൾ ഒപ്പിട്ടപ്പോൾ ഇത്ര ലാഭം ഉണ്ടായെന്നറിയാമോ? 2045 മാത്രം അടുത്ത് തുടങ്ങാനിരുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ 75% പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്ന ശേഷം ആലോചിക്കുമെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇതാ 2, 3, 4 ഘട്ടങ്ങൾ ഉൾപ്പെടെ 2028 തീരും. നമ്പർ 1 നേട്ടം. 2, നമുക്ക് ഈ കാര്യത്തിൽ 2039 മാത്രം റിട്ടേൺ 1% പറഞ്ഞു കൊടുത്ത് 2034 ഇതാ റിട്ടേൺ വരുന്നു. 3, VGF നമ്മൾ നേരത്തെ കൊടുക്കേണ്ടിയിരുന്നത് 480 കോടി എന്നുള്ള സ്ഥാനത്തേക്ക് 365 കുറഞ്ഞു വന്നു എന്ന് മാത്രമല്ല, അതിൽ പകുതി മാത്രം ആദ്യഘട്ടത്തിൽ കൊടുത്താൽ മതി എന്നുള്ള രൂപത്തിൽ വരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം നമുക്കുണ്ടായിട്ടുള്ള നേട്ടം അതിപ്രധാനമാണ്. ഒപ്പം ഈ പ്രതിസന്ധി ഘട്ടത്തിലും 10,000 കോടി രൂപ മുടക്കി അവർ ചെയ്യാൻ ബാധ്യസ്ഥരായി വരുന്ന രൂപത്തിലേക്ക് കരാർ വന്നപ്പോൾ
നമുക്ക് അഭിമാനകരമായ സപ്ലിമെൻ്ററി എഗ്രിമെൻ്റാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ അതനുസരിച്ചൊരു എഗ്രിമെൻ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണം എന്നുള്ള കാര്യം ഇനി അടുത്ത ബോർഡ് കൂടുന്ന ഈ വിസിലിൻ്റെ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് കൂടി അവരോടൊരു ആശയം നടത്തി ഡേറ്റ് എന്നാണെന്ന് തീരുമാനിക്കുന്നതാണ്. BGF-ൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട BGF 817.80 കോടി രൂപയാണ്. ആ 80 കോടി രൂപ നമുക്ക് തരേണ്ടത് സംബന്ധിച്ച് അവരവസാനം നമുക്ക് അയച്ച കത്തിനകത്ത് അതിൽ ഓണായിട്ടായിരിക്കും തരിക. അത് തിരിച്ചടവിന് 60 വർഷം നിശ്ചയിച്ചുമ്പോൾ 12,000 കോടി രൂപ തിരിച്ചടക്കേണ്ടി വരും. ഇല്ല, സാധാരണഗതിയിൽ അത് കൃത്യമായി യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് അവർ തരേണ്ട ഗ്രാൻഡാണ്. ആ ഗ്രാൻഡ് തരേണ്ട സ്ഥാനത്ത് അത് ലോണാക്കി മാറ്റുമ്പോൾ ഒരു ബാധ്യതയിലേക്ക് വരികയാണ്. മാത്രമല്ല ഇതിലൊരു ആദായം സെൻട്രലിലേക്ക് പോകുന്നുണ്ട്. ഇതൊരു ദേശീയ പോർട്ടായിട്ടാണ് വരുന്നത്. ഇന്ത്യയിലാകെ വന്നുകൊണ്ടിരുന്ന ചരക്ക് ഗതാഗതത്തിൻ്റെ 75% കൊളംബോയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് മുഴുവൻ വിഴിഞ്ഞത്തേക്ക് വരികയാണ്. ഈ ഒരു വലിയ നേട്ടം ഉണ്ടാക്കുന്ന ചെറിയ കാര്യമായി കേന്ദ്രം കാണാവോ? യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ രൂപത്തിൽ അതിന് ഫണ്ട് തരേണ്ടത്. ഇതുവരെ നമ്മൾ മുടക്കിയിട്ടുള്ള 2159.30 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്, 1 രൂപ കേന്ദ്രത്തിൻ്റെ ഇല്ല. വിഴിഞ്ഞത്തിന് 2488 കോടി രൂപയും. അപ്പോൾ ഇതുവരെയുള്ള മുടക്ക്. അപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ നമുക്ക് ഈ BGF-ൽ നിന്ന് സഹായിക്കണ്ടേ? ഇപ്പോൾ തൂത്തുക്കുടി തുറമുഖത്തിന് കൊടുത്തപ്പോൾ 1140 കോടി രൂപ കൊടുത്തെടുത്തില്ലല്ലോ. അല്ലെ, ഹാർബറിൻ്റെ ആണെങ്കിലും ഈ കാര്യത്തിൽ വന്നിട്ടുള്ളത് പശ്ചാത്തല സൗകര്യ വികസനവും പോർട്ടും കൂടി ചേർന്നാണല്ലോ. അപ്പോൾ അവർക്കിത് കൊടുത്തിരിക്കുന്നു, നമുക്കെന്തുകൊണ്ട് തരുന്നില്ല? എന്തിനാണ് വിവേചനം നമ്മളോട് കാണിക്കുന്നത്? ആർബിട്രേഷൻ വേണ്ടെന്ന് അത് ഈ കണ്ടീഷൻ അവർ വന്നുകൊണ്ടാണ്. ആർബിട്രേഷനിലേക്ക് പോയത് അവരും പോയി, നമ്മളും പോയി. നമ്മളാദ്യം പോയത്, അവരും പോയി. ഈ വിഡ്രോ ചെയ്താൽ കേന്ദ്ര പറഞ്ഞത് നിങ്ങൾ BGF ഇപ്പോൾ തന്നേക്കാം, നിങ്ങൾ വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. ഇല്ല, കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ നമ്മൾ എന്തിനാണ് അവിശ്വസിക്കുന്നത്? നിങ്ങളിത് ചെയ്തു തന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അവിശ്വസിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ്? അതെന്താ കാണാവുന്നത്? കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ കാര്യത്തിൽ ഞാൻ പറ്റിക്കുന്നു പറഞ്ഞില്ല. ഏതായിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് സമീപനം ശരിയായില്ല. ഈ കാര്യത്തിൽ നമുക്ക് ലോണായിട്ടല്ലത് വെക്കേണ്ടത്. അതിൽ ആ ക്ലോസിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ആ BGF തന്നാൽ തന്നെ ലോണായിട്ടാണ് തരുന്നതെങ്കിൽ അദാനിയും ബാങ്കും കേന്ദ്രമായിട്ടാണ് എൻ്റെ ഇടപാടുകൾ അങ്ങോട്ട് പോയുള്ളൂ. റിട്ടേൺ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുമായി മാത്രം. വിചിത്രമാണ് ആ കരാർ. അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പോൾ അത്തരം രൂപത്തിലേക്ക് വരുന്നത് നമ്മൾ കാണണ്ടേ? അപ്പോൾ ഇത് നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി മുഴുവൻ അംഗീകരിച്ച് പോകുന്നതിരിക്കല്ലേ.